Good afternoon, all. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Waste collection segregation കഴിഞ്ഞില്ലേ മിസ് കഴിഞ്ഞ ദിവസം എടുത്തില്ലേ അത് രണ്ടും Yes, ma'am. ഇനി കാറ്റഗറി ടേബിൾ അല്ലേ സ്റ്റാർട്ട് ചെയ്യാനുള്ളത് അതെ മിസ് കാറ്റഗറി ടേബിൾ എടുക്കുന്നതിന് മുമ്പ് നമുക്ക് ട്രീറ്റ്മെന്റ് ആൻഡ് ഡിസ്പോസൽ മെത്തേഡ് അത് നോക്കാം കേട്ടോ എന്നിട്ട് മിസ് കാറ്റഗറി ടേബിൾ എടുക്കാം ട്രീറ്റ്മെന്റ് ആൻഡ് ഡിസ്പോസൽ ബയോമെഡിക്കൽ വേസ്റ്റുകളെ എങ്ങനെയാണ് സംസ്കരിക്കേണ്ടത് അത് എങ്ങനെയാണ് ഡിസ്പോസ് നിർമാർജനം ചെയ്യേണ്ടത് പേജ് നമ്പർ ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുത്തേ പേജ് നമ്പർ എടുത്തു വച്ചിരിക്കുന്നവര് ഓക്കെ the various disposal method now ഇപ്പൊ നമുക്ക് എന്താണ് നിലവിൽ ഒരുപാട് രീതിയിലുള്ള വേരിയസ് ഡിസ്പോസൽ നിർമാർജന പ്രവർത്തനങ്ങളുണ്ട് now is in use are the following ഏതൊക്കെയാണെന്നുള്ളത് താഴെ പറയുന്നത് are following incineration technology first one incineration കത്തിച്ച് കളയാം അതെന്താണ് this is a high temperature thermal process that employs burning of the waste under controlled condition for changing them into inert material and gases എന്താണ് ഒരു ഒരു കൺട്രോളബിൾ ആയിട്ടുള്ള അതായത് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന അളവില് വേസ്റ്റുകളെ എന്ത് ചെയ്യാണ് എംപ്ലോയീസ് അത് കത്തിച്ച് കളയുന്ന ആളുകള് ബേൺ ചെയ്ത് കളയാണ് കത്തിച്ച് അതെന്താക്കുന്ന ഇനേർട്ട് മെറ്റീരിയൽ നിഷ്ക്രിയ വസ്തുക്കളെ ഇൻഫെക്ഷൻസ് ഒന്നുമില്ലാത്ത എന്താണ് നിഷ്ക്രിയ വസ്തുക്കളാക്കി റിസ്ക് ഒന്നുമില്ലാത്ത മെറ്റീരിയൽസ് ആക്കി മാറ്റുന്നതിനെയാണ് അതല്ലെങ്കിൽ എന്താക്കി മാറ്റുന്നു ഗ്യാസ് ആക്കി മാറ്റുന്നതിനെയാണ് ഇൻസിനറേഷൻ ടെക്നോളജി എന്ന് പറയുന്നത് എന്താണ് വേസ്റ്റുകള് ബയോമെഡിക്കൽ വേസ്റ്റുകള് തെർമൽ പ്രോസസ്സിലൂടെ അതായത് കത്തിച്ച് കളഞ്ഞാണ് ബേണിംഗ് കത്തിച്ച് എന്താണ് ഇനേർട്ട് നിഷ്ക്രിയമായ വസ്തുക്കളാക്കി മാറ്റുകയോ അതല്ലെങ്കിൽ ഗ്യാസ് ആക്കി മാറ്റുന്നതിനെയാണ് ഇൻസിനറേഷൻ ടെക്നോളജി എന്ന് പറയുന്നത് ക്ലിയർ ആയോ കെമിക്കലി ഇൻആക്റ്റീവ് ഇനേർട്ട് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ നിഷ്ക്രിയ വസ്തുക്കൾ എന്താണ് നമുക്ക് റിസ്ക് ഒന്നുമില്ലാത്ത ഡേഞ്ചർ ഒന്നുമില്ലാത്ത സാധാരണ ഇൻഫെക്ഷൻസ് ബാധയൊന്നുമില്ലാത്ത വസ്തുക്കളാക്കി മാറ്റുന്നത് കെമിക്കലി ഇൻആക്റ്റീവ് എന്ന് പറഞ്ഞാൽ രാസപരമായി നിഷ്ക്രിയമായ മെറ്റീരിയൽ ആക്കി മാറ്റുന്നു കൺട്രോളബിൾ ആയിട്ടുള്ള നിയന്ത്രിത അളവില് വേസ്റ്റുകള് കത്തിച്ച് അതെന്താണ് നിഷ്ക്രിയ വസ്തുക്കളാക്കി മാറ്റുന്നതിനെയാണ് ഇൻസിനറേഷൻ ടെക്നോളജി എന്ന് പറയുന്നത് അത് ക്ലിയർ ആയോ നമ്മ വീടുകളിൽ യൂസ് ചെയ്യുന്ന വേസ്റ്റുകള് കിച്ചൺ വേസ്റ്റുകൾ ഒന്നുകൂടെ പറയാം കിച്ചൺ വേസ്റ്റുകൾ നമ്മ എന്താണ് ബയോഗ്യാസ് ആക്കി മാറ്റുന്നുണ്ടോ ബയോഗ്യാസ് പ്ലാന്റുകൾ നിക്ഷേപിച്ചിട്ട് ഗ്യാസ് ആക്കി അല്ലെ ബയോഗ്യാസ് ആക്കി മാറ്റുന്നുണ്ട് അതല്ലെങ്കിൽ നമ്മ എന്താണ് വളമാക്കി മാറ്റുന്നുണ്ട് അല്ലെ ആ ബയോഗ്യാസിൽ നിന്ന് ലഭിക്കുന്ന വളമാക്കി മാറ്റുന്നില്ലേ ആ വളങ്ങള് നമുക്ക് എന്തെങ്കിലും നമ്മ എന്താണ് ചെടികൾക്കൊക്കെ ഇട്ട് കൊടുക്കും അല്ലെ
നിഷ്ക്രിയമാകുകയാണ് അല്ലെ. അതേപോലെ വേസ്റ്റുകള്, ബയോമെഡിക്കൽ വേസ്റ്റുകള് കത്തിച്ചിട്ട് അതെന്താ നിഷ്ക്രിയ വസ്തുക്കളാക്കുകയോ അതല്ലെങ്കിൽ ഗ്യാസ് ആക്കി മാറ്റുകയോ ചെയ്യുന്നതിനെയാണ് ഇൻസിനറേഷൻ ടെക്നോളജി എന്ന് പറയുന്നത്. കത്തിച്ച് കളയാം, കത്തിച്ച് ചാരമാക്കി ആ ചാരം കത്തിച്ച് കളഞ്ഞാല് അതിന് കിട്ടുന്ന ചാരം എന്താണ്? എന്തെങ്കിലും റിസ്ക് ഉള്ളതാണോ? ഇൻഫെക്ഷൻസ് ഉണ്ടാക്കുന്നതാണോ? അല്ല. അങ്ങനെ ഇനേർട്ട് മെറ്റീരിയൽ നിഷ്ക്രിയ വസ്തുക്കളാക്കി മാറ്റുന്നതോ അതല്ലെങ്കിൽ ഗ്യാസ് ആക്കി മാറ്റുന്നതിനെയാണ് ഇൻസിനറേഷൻ ടെക്നോളജി എന്ന് പറയുന്നത്. ക്ലിയർ ആയോ അത്? ഓക്കെ. Next, incinerator can be either oil fired or powered by electricity or a combination. Incineration technology ചെയ്യുന്ന മെഷീനെയാണ് നമ്മൾ ഇൻസിനറേറ്റർ എന്ന് പറയുന്നത്. ആ ഇൻസിനറേറ്റർ ഒന്നില്ലെങ്കിൽ ഓയിലായിട്ട് പ്രവർത്തിക്കുന്നത്, വർക്ക് ചെയ്യുന്നത്. അത് എന്താണ്? പെട്രോളോ ഡീസലോ ഒക്കെ ഉപയോഗിച്ച് നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കുന്നു. അതല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി, കറണ്ട് യൂസ് ചെയ്തിട്ടായിരിക്കും അത് പ്രവർത്തിപ്പിക്കുന്നത്. അതല്ലെങ്കിൽ രണ്ടിന്റെ കോമ്പിനേഷനിൽ നമുക്ക് ഓയിൽ വെച്ചിട്ടും ഇലക്ട്രിസിറ്റി വെച്ചിങ്ങോട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഇൻസിനറേറ്റർ പ്രവർത്തിപ്പിക്കാൻ പറ്റും. നമ്മ ഹോസ്പിറ്റലിൽ കാണുന്ന സിറിഞ്ചൊക്കെ കരിക്കുന്ന മെഷീൻ എന്താണ്? കറണ്ടിലാണ് അല്ലെ അവർ യൂസ് ചെയ്യുന്നത്. ചെറിയൊരു പെട്ടി പോലെ അല്ലെ, കറണ്ടിലല്ലേ അവർ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ നമുക്ക് ഓയിൽ ഉപയോഗിച്ച് കാണിട്ട് വർക്ക് ചെയ്യുന്ന ഇൻസിനറേറ്റർ ഉണ്ട്, പിന്നെ ഇലക്ട്രിസിറ്റി യൂസ് ചെയ്ത് ഉപയോഗിക്കുന്നതുണ്ട്. രണ്ടിന്റെ കോമ്പിനേഷനിൽ രണ്ടും യൂസ് ചെയ്ത് നമുക്ക് പ്രവർത്തിപ്പിക്കാൻ പറ്റുന്ന ഇൻസിനറേറ്റർ ഉണ്ട്. The advantage of this type is that it can lessen the volume of solid waste to 30% of the original volume. ഈ ഇൻസിനറേഷന്റെ അഡ്വാൻറ്റേജ്, ഗുണം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ടോട്ടൽ വോള്യത്തിന് നമ്മൾ എത്ര വോള്യം ആണോ നമ്മ ഇൻഫെക്ഷൻ ഡിസ്പോസ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് അതിന്റെ ഒരു 30% മാത്രമായിരിക്കും നമുക്ക് ബാക്കിയായിട്ട് വരുന്നത്, റെസിഡ്യൂ ആയിട്ട് അവശിഷ്ടമായിട്ട് ലഭിക്കുന്നത്. നമ്മ വീടുകളില് ഒരു ചാക്ക് ചാരം ഒരു ചാക്ക് ചവറുകൾ കത്തിച്ചു കഴിഞ്ഞാല് നമുക്ക് അത്രയും തന്നെ അളവിൽ ചാരം ലഭിക്കും. ഇല്ല അല്ലെ, അതിന്റെ ഒരു ചെറിയ ഇതല്ലേ, ചെറിയൊരു പെർസെന്റേജ് മാത്രമല്ലേ നമുക്ക് ലഭിക്കുള്ളൂ. അതേപോലെ ഇൻസിനറേഷൻ ടെക്നോളജിയിൽ നമ്മ കത്തിച്ച് കളയുന്ന വേസ്റ്റിന്റെ ഒരു 30% മാത്രമായിരിക്കും നമുക്ക് അവശിഷ്ടമായി ലഭിക്കുന്നത്, ആഷ് ആയിട്ട് ലഭിക്കുന്നത്. ക്ലിയർ ആയോ അത്? ഇൻസിനറേഷൻ എന്ന് പറഞ്ഞാല് എന്താണ്? നമ്മുടെ കൺട്രോളബിൾ ആയിട്ടുള്ള അളവിൽ, ഞങ്ങൾക്ക് നിയന്ത്രണ അളവില് വേസ്റ്റുകള് കത്തിച്ച് കളഞ്ഞ് അത് നിഷ്ക്രിയ വസ്തുക്കളോ അതല്ലെങ്കിൽ ഗ്യാസോ ആക്കി മാറ്റുന്നതിനെയാണ് ഇൻസിനറേഷൻ ടെക്നോളജി എന്ന് പറയുന്നത്. ഇതിനായി ഉപയോഗിക്കുന്ന മെഷീൻസ് ആണ് ഇൻസിനറേറ്റർ. ഈ ഇൻസിനറേറ്റർ ഒന്നുമില്ലെങ്കിൽ നമുക്ക് ഓയിൽ യൂസ് ചെയ്ത് ഉപയോഗിക്കാം, അതല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി യൂസ് ചെയ്ത് പ്രവർത്തിപ്പിക്കാം, അതല്ലെങ്കിൽ രണ്ടിന്റെ കോമ്പിനേഷനിൽ ഇലക്ട്രിസിറ്റിയിലും ഓയിലും പ്രവർത്തിപ്പിക്കാൻ പറ്റുന്നു. നമുക്ക് ഇതിന്റെ അഡ്വാൻറ്റേജ്, ഇൻസിനറേഷൻ ടെക്നോളജിയുടെ അഡ്വാൻറ്റേജ്, ഗുണം എന്ന് പറഞ്ഞാൽ നമ്മൾ കത്തിച്ച് കളയുന്ന ടോട്ടൽ വേസ്റ്റിന്റെ ഒരു 30% മാത്രമായിരിക്കും നമുക്ക് റെസിഡ്യൂ അവശിഷ്ടമായി ലഭിക്കുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ എല്ലാവരും? ഒന്നുകൂടെ പറയണം. ഇൻസിനറേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കത്തിച്ച് കളയാണ്. ഒരു ബയോമെഡിക്കൽ വേസ്റ്റുകൾ കത്തിച്ച് കളയുന്നതിനെയാണ് ഇൻസിനറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ആ കത്തിച്ച് കളഞ്ഞു കഴിയുമ്പോ നമുക്ക് അതിന് കിട്ടുന്ന ചാരം ലഭിക്കും അല്ലേ? അതെന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും റിസ്ക് ഉള്ളതാണോ? ഇൻഫെക്ഷൻസ് വരുത്തുന്നതായിരിക്കോ? അത് നിഷ്ക്രിയ വസ്തുക്കളാവും അല്ലേ? നിഷ്ക്രിയ വസ്തുക്കളായി മാറ്റും. അപ്പൊ അതാണ് പറഞ്ഞത്, എന്താണ്? നമുക്ക് നിയന്ത്രണ അളവില് നമുക്ക് ഒരുപാട് വേസ്റ്റ് കത്തിക്കാൻ പറ്റും ഒറ്റ ടൈം. ഒരുപാട് വേസ്റ്റുകൾ നമുക്കൊരു മെഷീന്റെ ഉള്ളിലേക്ക് ഇൻസിനറേറ്ററിൽ ഇടാൻ പറ്റുമോ?
അറ്റ് എ ടൈം ഇല്ല, ഒരു നിയന്ത്രണ അളവ് ഉണ്ടാവും അല്ലെ. അപ്പൊ ഒരു നിയന്ത്രണ അളവില് വേസ്റ്റുകൾ, ബയോമെഡിക്കൽ വേസ്റ്റുകൾ ബേൺ കത്തിച്ച് നമ്മ നിഷ്ക്രിയ വസ്തുക്കളോ അതല്ലെങ്കിൽ ഗ്യാസോ ആയി മാറ്റുന്നതിനെയാണ് ഇൻസിനറേഷൻ ടെക്നോളജി എന്ന് പറയുന്നത്. ഹൈ ടെമ്പറേച്ചർ യൂസ് ചെയ്ത് കാണിട്ട്. ക്ലിയർ ആയോ? ചോദിച്ചതാരാ? ഷഹന. ക്ലിയർ ആയോ? ആ ഇൻസിനറേഷൻ കത്തിക്കാനായിട്ട് ഇൻസിനറേഷൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ മെഷീനെയാണ് ഇൻസിനറേറ്റർ എന്ന് പറയുന്നത്. ആ ഇൻസിനറേറ്റർ നമുക്ക് ഓയിൽ ഉപയോഗിച്ച്, പെട്രോളോ ഡീസലോ അങ്ങനെയുള്ള എന്തെങ്കിലും ഉപയോഗിച്ച്, ഓയിൽ ഉപയോഗിച്ച് കണ്ടിട്ട് നമുക്കത് പ്രവർത്തിപ്പിക്കാൻ സാധിക്കും. അതല്ലെങ്കിൽ ഇലക്ട്രിസിറ്റിയിൽ, കറണ്ടിൽ കുത്തി നമുക്ക് യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ രണ്ടിന്റെയും കോമ്പിനേഷൻ, അതായത് ഇലക്ട്രിസിറ്റി ഓയിലും യൂസ് ചെയ്ത് നമുക്ക് പ്രവർത്തിപ്പിക്കാൻ സാധിക്കുന്നു. ഇതിന്റെ ഈ ഇൻസിനറേഷൻ ടെക്നോളജിയുടെ ഗുണം എന്ന് പറഞ്ഞാല് അതെന്ത് ചെയ്യണേ, നമ്മ കത്തിച്ച് ചാരമാക്കുമ്പോൾ നമുക്ക് ടോട്ടൽ വേസ്റ്റിന്റെ എത്ര ഭാഗം മാത്രം ബാക്കിയാവുന്നുള്ളൂ? ഒരു 30% മാത്രമായിരിക്കും നമുക്ക് അവശിഷ്ടമായി ബാക്കിയായി ലഭിക്കുന്നത്. ക്ലിയർ ആയോ ഷഹന? ഷഹനയല്ലേ ചോദിച്ചത്? ആ, ഫസാന. നെക്സ്റ്റ് ഓട്ടോക്ലേവിംഗ്. നെക്സ്റ്റ് എടുക്കാലോ മിസ്സിനെ? ഇത് ക്ലിയർ ആയില്ലേ? ഇൻസിനറേഷൻ ടെക്നോളജി. ഓക്കെ. നെക്സ്റ്റ് ഓട്ടോക്ലേവിംഗ്. ഓട്ടോക്ലേവിംഗ് നിങ്ങൾ CSSD-യിലൊക്കെ പഠിച്ചില്ലേ? ഓക്കെ. സ്റ്റെറിലൈസ് ചെയ്യാം. The process uses steam at high temperature. ഉയർന്ന ടെമ്പറേച്ചറിൽ എന്താണ് സ്റ്റീം, നീരാവി ഉപയോഗിച്ച് കാണിട്ട് എന്താണ് ഡിസ്ഇൻഫെക്ഷൻ നടത്തുന്നതിന്, അണുക്കളെ നശിപ്പിച്ച് കളയുന്നതിനെയാണ് ഓട്ടോക്ലേവിംഗ് എന്ന് പറയുന്നത്. നമ്മൾ സ്റ്റീം ഉപയോഗിച്ചാണ് അല്ലെ, നീരാവി ഉപയോഗിച്ചാണ് ഡിസ്ഇൻഫെക്ഷൻ നടത്തുന്നത്. It has been suggested for microbiology and biotechnology. ഇത് എന്തൊക്കെ വേസ്റ്റുകളെയാണ് ഡിസ്ഇൻഫെക്ട് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത്? മൈക്രോബയോളജി ആൻഡ് ബയോടെക്നോളജി വേസ്റ്റ്, ഷാർപ്പ് ആയിട്ടുള്ള വേസ്റ്റുകള്, ഡേർട്ടി ആൻഡ് സോളിഡ് വേസ്റ്റുകള്. ഡേർട്ടി ആയിട്ടുള്ളത് എന്താണ്, വൃത്തിയില്ലാത്തതും സോളിഡ് ആയിട്ടുള്ള ഖരരൂപത്തിലുള്ള വേസ്റ്റുകളാണ് ഇത് ഡിസ്ഇൻഫെക്ട് ചെയ്യുന്നത്. This technology offers certain categories of waste. ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ഇതേപോലെ certain categories-ൽ വരുന്ന, പർട്ടിക്കുലർ വിഭാഗത്തിൽ വരുന്ന വേസ്റ്റുകളാണ് നമ്മൾ ഈ ടെക്നോളജി ഉപയോഗിച്ച് കാണിട്ട് ഡിസ്ഇൻഫെക്ട് ചെയ്യുന്നത്. That is not detrimental, so that the treated residue can be landfilled. അപ്പൊ ഇത് എന്ത് ചെയ്യുന്ന, ഹാനികരമല്ലാത്ത കുറച്ച് വേസ്റ്റുകളാണ് നമ്മൾ ഇത് ഉപയോഗിച്ച് കാണിട്ട് ഡിസ്ഇൻഫെക്ട് ചെയ്യുന്നത്. നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന വേസ്റ്റുകളാണ് ഓട്ടോക്ലേവിംഗ് വെച്ചിങ്ങാട്ട് നമ്മൾ ഡിസ്ഇൻഫെക്ട് ചെയ്യുന്നത്. ഡിസ്ഇൻഫെക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന വേസ്റ്റുകൾ ഹാനികരമാണോ? ഡിസ്ഇൻഫെക്ഷൻ നടത്തിയില്ലേ, അണുക്കളെ നശിപ്പിച്ചു കളഞ്ഞു. അപ്പം ഈ ദാറ്റ് ഈസ് നോട്ട് ഡിട്രിമെന്റൽ, എന്താണ്, പിന്നെ ഹാനികരമല്ലാത്ത ഈ ബാക്കി ട്രീറ്റഡ് റെസിഡ്യൂ എന്ന് പറഞ്ഞാൽ അവശിഷ്ടങ്ങൾ. ഇത്തരം അവശിഷ്ടങ്ങൾ നമ്മൾ എന്തിനു ഉപയോഗിക്കുന്നു? ലാൻഡ് ഫില്ല് ചെയ്യുന്നതിന്, നിലം നികത്തുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്നു. ക്ലിയർ ആയോ? ഓട്ടോക്ലേവിംഗ് എന്ന് പറഞ്ഞാല് ഹൈ ടെമ്പറേച്ചറിൽ, ഉയർന്ന ടെമ്പറേച്ചറില്, ചൂടില് സ്റ്റീം നീരാവി ഉപയോഗിച്ച് കാണിട്ട് എന്താണ് ഡിസ്ഇൻഫെക്ട് ചെയ്യുന്നതിനെയാണ് ഓട്ടോക്ലേവിംഗ് എന്ന് പറയുന്നത്. ഇതിന് നമ്മ ഈ മെത്തേഡിലൂടെ, ഈ പ്രോസസ്സിലൂടെ നമ്മൾ ഡിസ്ഇൻഫെക്ട് ചെയ്യുന്ന വേസ്റ്റുകൾ ഏതൊക്കെയാണ്? ബയോടെക്നോളജി ആൻഡ് മൈക്രോബയോളജി വേസ്റ്റുകള്, ഷാർപ്പ് ആയിട്ടുള്ള നീഡില്, സിറിഞ്ച് അങ്ങനെയുള്ള വേസ്റ്റുകള്, എന്താണ് വൃത്തിയില്ലാത്തതും സോളിഡ് ട്യൂബുകള് അല്ലെ, ഡ്രെയിൻസ് ട്യൂബുകള്, കൾച്ചേഴ്സ് ട്യൂബുകള്, കത്തീച്ചറൈസേഷന്റെ ഭാഗമായി ഉണ്ടാകുന്ന ട്യൂബുകള്, അങ്ങനെയുള്ളതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിസ്ഇൻഫെക്ട് ചെയ്യുന്നത്. സോളിഡ് വേസ്റ്റുകളൊക്കെയാണ് ഡിസ്ഇൻഫെക്ട് ചെയ്യുന്നത്. ഈ ടെക്നോളജിയിലൂടെ നമ്മൾ ഡിസ്ഇൻഫെക്ട് ചെയ്ത് ബാക്കി കിട്ടുന്ന അവശിഷ്ടങ്ങൾ, അതായത് ഡിസ്ഇൻഫെക്ട് ചെയ്തിട്ട് കിട്ടുന്ന അവശിഷ്ടങ്ങൾ നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു? ലാൻഡ് ഫില്ലിന് വേണ്ടി, നിലം നികത്തുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്നു. ഡിട്രിമെന്റൽ എന്ന് പറഞ്ഞാൽ ഹാനികരമായ,
നോട്ട് ഡിട്രിമെന്റൽ. നമ്മൾ ഡിസ്ഇൻഫെക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയാവുന്നത് ഹാനികരമല്ലാത്ത വേസ്റ്റുകളാണ് അല്ലെ. ഇൻഫെക്ഷൻസ് നശിച്ച വേസ്റ്റുകളല്ലേ കിട്ടുന്നത്. ലാൻഡ് ഫിൽ മിസ് പറഞ്ഞുതരാം, ഇതിൽ തന്നെ വരുന്നുണ്ട്, ജസ്റ്റ് ഇങ്ങനെ പഠിച്ചാൽ മതി. നിലം നികത്തുന്നത്, ലാൻഡുകള് ഫില്ല് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. പറഞ്ഞുതരാം കേട്ടോ. നെക്സ്റ്റ് നിങ്ങൾക്ക് വരുന്നുണ്ട് ഇതിൽ തന്നെ ട്രീറ്റ്മെന്റ് ആൻഡ് ഡിസ്പോസൽ വരുന്നുണ്ട്, മിസ് പറഞ്ഞുതരാം. നെക്സ്റ്റ് ഓട്ടോക്ലേവ് ക്ലിയർ ആയോ? ഓക്കെ. നെക്സ്റ്റ് മൈക്രോവേവ് ഇറേഡിയേഷൻ. മൈക്രോവേവ് ഇതില് ഓട്ടോക്ലേവിംഗിൽ നമ്മൾ സ്റ്റീം ഉപയോഗിച്ചാണ് അല്ലെ സ്റ്റെറിലൈസ് ചെയ്യുന്നത്. മൈക്രോവേവ് ഇറേഡിയേഷനില് നമ്മൾ ഹൈ ഫ്രീക്വൻസി വേവ്സുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റ്, ചൂട് യൂസ് ചെയ്ത് കണ്ടിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്ഇൻഫെക്ഷൻ നടത്തുന്നത്. മൈക്രോവേവ് ഓവൻ ഉണ്ടോ നിങ്ങളുടെ വീടുകളില്? അപ്പൊ അതില് നമ്മ ഭക്ഷണം പാകം ചെയ്യും അല്ലെ. ഭക്ഷണം മീൻസ് കേക്കുകൾ ബേക്ക് ചെയ്തെടുക്കും, ചിക്കനിലെ. അപ്പൊ അത് നമ്മ എങ്ങനെയാണ് പ്രവർത്തിപ്പിക്കുന്നത്, എങ്ങനെയാണ് നമ്മ ഇത് കുക്ക് ചെയ്ത് എടുക്കുന്നത്? ചൂടല്ലേ, എന്താണ് ചൂട്, കറണ്ടില് ഇലക്ട്രിസിറ്റിയില് ചൂട്, ടെമ്പറേച്ചർ യൂസ് ചെയ്തിട്ടല്ലേ. ടൈം സെറ്റ് ചെയ്ത് ടെമ്പറേച്ചർ ഓരോ ടൈമിനും ഇത്ര ടെമ്പറേച്ചർ യൂസ് ചെയ്തെങ്ങാട്ടല്ലേ ഹീറ്റ് പ്രൊഡ്യൂസ്. അതേപോലെ മൈക്രോവേവ് റേഡിയേഷനില് ഹൈ ഫ്രീക്വൻസി വേവുകൾ പുറപ്പെടുവിക്കുന്ന ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ടാണ് നമ്മ ഡിസ്ഇൻഫെക്ഷൻ നടത്തുന്നത്. The microwave is based on the principle of generation of high frequency wave. എന്താണ്, ഉയർന്ന ഫ്രീക്വൻസി ഉള്ള തരംഗങ്ങളുടെ പ്രിൻസിപ്പിൾ, തത്വങ്ങളെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ മൈക്രോവേവ് പ്രവർത്തിപ്പിക്കുന്നത്. മൈക്രോവേവിന്റെ പ്രവർത്തനം. These waves cause the particles within the waste material to tremble, generating heat. എന്താണ്, ഹീറ്റ്, ചൂട് ജനറേറ്റ് ചെയ്ത് കാണിട്ട് സൃഷ്ടിച്ചിട്ട് ഈ പാർട്ടിക്കിൾസിന്റെ, അതായത് ഈ കണികകളുടെ ഈ വേസ്റ്റുകളിലുള്ള ബയോമെഡിക്കൽ വേസ്റ്റിലുള്ള കണികകൾ എന്ത് ചെയ്യുന്നു, വിറപ്പിക്കുന്നു. ഈ മൈക്രോവേവ് വർക്ക് ചെയ്യുമ്പോൾ ഒരു ജെർക്കിങ് വരാറുണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു ചെറിയ രീതിയില ഭയങ്കര ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഒരു ജെർക്കിങ് വരാറുണ്ട് അല്ലെ. അങ്ങനെ അപ്പൊ അതെന്താണ്, അതിനെയാണ് ട്രംബിൾ എന്ന് പറയുന്നത്, വിറപ്പിച്ച്. അതായത് ജസ്റ്റ് ഒന്ന് ഭയങ്കരമായിട്ട് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്തെങ്ങാട്ട് ഈ ബയോമെഡിക്കൽ വേസ്റ്റിലുള്ള പാർട്ടിക്കിൾസിലെ, കണികകളിലെ വേസ്റ്റുകൾ ഇൻഫെക്ഷൻസിനെ നശിപ്പിച്ചു കളയുന്നു. ക്ലിയർ ആയോ? This heat produced from within destroy all pathogens. ഈ ഹീറ്റ് എന്ത് ചെയ്യുന്ന, ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന, ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വേവ്, ഈ ഹൈ ഫ്രീക്വൻസി വേവുകള് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റ് ഈ വേസ്റ്റുകളിലെ, ബയോമെഡിക്കൽ വേസ്റ്റുകളെ, പാത്തജൻസിനെ, രോഗകാരികളെ ഡിസ്ട്രോയ് ചെയ്യുന്നു, നശിപ്പിച്ചു കളയുന്നു. ക്ലിയർ ആയോ? ഓട്ടോക്ലേവിംഗിൽ എന്താണ്, സ്റ്റീം യൂസ് ചെയ്ത് കാണിട്ടാണ് അല്ലെ നമ്മൾ ഡിസ്ഇൻഫെക്ഷൻ ചെയ്യുന്നത്. മൈക്രോവേവ് റേഡിയേഷനിൽ ഹീറ്റ് പ്രൊഡ്യൂസ്, ഉയർന്ന ചൂട് പ്രൊഡ്യൂസ് ചെയ്തെങ്ങാണ്ട് വേസ്റ്റുകളിലെ പാർട്ടിക്കിൾസില് ട്രംബിൾ എന്ന് പറഞ്ഞാൽ വിറപ്പിക്കുക, നല്ലോണം ഹീറ്റ് കടത്തി വിട്ടുങ്ങാണിട്ട് അതിലെ ഇൻഫെക്ഷൻസിനെ നശിപ്പിച്ച് കളയാം. ക്ലിയർ ആയോ? Okay. Next, chemical method. 1% for chemical disinfection. 1% chemical disinfection ചെയ്യുന്ന ലായനികള്, ലിക്വിഡ്സുകൾ യൂസ് ചെയ്യുക. 1% of hypochlorite solutions can be used. 1% hypochlorite solutionsന് എക്സാമ്പിൾ ആണ് ക്ലോറിൻ വാട്ടർ, ബ്ലീച്ചിങ് വാട്ടർ ഒക്കെ ഇല്ലേ, അതൊക്കെ ഹൈപ്പോക്ലോറൈറ്റ് സൊല്യൂഷനുകൾക്ക് എക്സാമ്പിൾ ആണ്. അപ്പൊ ഇങ്ങനെയുള്ള ലായനികൾ 1% യൂസ് ചെയ്തിട്ട് ഡിസ്ഇൻഫെക്ഷൻ ചെയ്യുക. ഇതൊക്കെ കെമിക്കൽസ് ആണ് അല്ലേ.
കെമിക്കൽ ലായനികളാണ് അല്ലെ. അപ്പൊ നമ്മൾ അതിന്റെ അളവിൽ ഒരുപാട് കൂടുതൽ ഉപയോഗിച്ചു കഴിഞ്ഞാല് കെമിക്കൽ കൂടുതൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് റിസ്ക് അല്ലേ, അപകടങ്ങൾ ഉണ്ടാക്കും അല്ലെ. ചിലപ്പോ അത് യൂസ് ചെയ്യുന്ന ആളുകൾക്ക് പൊള്ളലോ ബേണൊക്കെ വരാൻ സാധ്യതയുണ്ട് അല്ലെ, പൊള്ളാനൊക്കെ സാധ്യതയുണ്ട്. അപ്പൊ 1% മാത്രം കെമിക്കൽ ലായനികൾ യൂസ് ചെയ്തുകൊണ്ട് സർഫസുകളൊക്കെ ഡിസ്ഇൻഫെക്ഷൻ ചെയ്യുക. നമ്മ വീടുകളില് ഇത് യൂസ് ചെയ്യാറില്ലേ, ലൈസോള് ഫിനോയിലൊക്കെ യൂസ് ചെയ്യാറുണ്ട് അല്ലെ. നമ്മ ഒരുപാട് ഒഴിക്കോ, അത് വെള്ളത്തിൽ ഒരുപാട് ഒഴിക്കോ? ഇല്ല, ഒരു നിശ്ചിത ഡെറ്റോൾ ഒരു നിശ്ചിത അളവിൽ അല്ലെ, ഒരു ഇത്തിരി കഴിക്കാറുള്ളൂ. അതേപോലെ 1% കെമിക്കൽ ലായനികൾ യൂസ് ചെയ്ത് കാണിട്ട് ഡിസ്ഇൻഫെക്ട് ചെയ്യുക. നെക്സ്റ്റ് പ്ലാസ്മ പൈറോളസിസ്. പ്ലാസ്മ എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? പ്ലാസ്മ എന്താണ്? പ്ലാസ്മ ഓക്കെ, ബ്ലഡിന്റെ അല്ലാണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ പ്ലാസ്മ ഇനർജി? പ്ലാസ്മ തരംഗങ്ങള് നമ്മുടെ മാറ്ററിന്റെ പ്ലാസ്മ മെമ്പറിൻ, അത് നമ്മുടെ ബ്ലഡുമായി ഫ്ലൂയിഡുമായി ബന്ധപ്പെട്ടതൊക്കെയാണ് അല്ലെ. അതല്ല മിസ് ചോദിക്കുന്നത്, മാറ്ററിന്റെ 4ാമത്തെ സ്റ്റേജിനെയാണ് പ്ലാസ്മ എന്ന് പറയുന്നത്. നമുക്കറിയാം സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, പ്ലാസ്മ കേട്ടിട്ടുണ്ടോ? പ്ലാസ്മ കേട്ടിട്ടുണ്ടോ? ഇല്ല. ഓക്കെ, നമ്മുടെ മാറ്ററിന്റെ 4ാമത്തെ സ്റ്റേജിനെയാണ് പ്ലാസ്മ എന്ന് പറയുന്നത്. ആ പ്ലാസ്മ എന്ത് ചെയ്യുന്ന ഒരു ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ പ്ലാസ്മ എനർജി യൂസ് ചെയ്താണ് നമ്മുടെ പ്ലാസ്മ പൈറോളസിസ് നടത്തുന്നത്. Plasma pyrolysis is an ultra-modern technology for safe removal of medical waste. എന്താണ്? സേഫ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ വേസ്റ്റ് റിമൂവൽ ആണ് എന്ത് അത്യാധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് എന്താണ് മെഡിക്കൽ വേസ്റ്റുകൾ റിമൂവ് മാറ്റുന്ന ഒരു പ്രവർത്തനത്തെയാണ് പ്ലാസ്മ പൈറോളസിസ് എന്ന് പറയുന്നത്. ഡിസ്ഇൻഫെക്ഷൻ നടത്തുന്ന പ്രോസസ്സിനെയാണ് പ്ലാസ്മ പൈറോളസിസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എൻ എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ടെക്നോളജി. ഇത് ഒരു എക്കോ ഫ്രണ്ട്ലി അന്തരീക്ഷത്തിന് അല്ലെങ്കിൽ എയറിന് ഒക്കെ ഒരു പൊല്യൂഷൻ ഉണ്ടാക്കാത്ത രീതിയിലുള്ള ഒരു ടെക്നോളജിയാണ്, ഒരു സാങ്കേതിക വിദ്യയാണ്. ദ പ്ലാസ്മ പൈറോളസിസ് പ്രോസസ് ഈസ് ദ തെർമൽ ഡിഗ്രഡേഷൻ of organic substances in the absence of air utilizing plasma energy. Plasma energy, plasma ഊർജം ഉപയോഗിച്ച് ഓക്സിജന്റെ അഭാവത്തിൽ, അതായത് വായുവിന്റെ അഭാവത്തിൽ തെർമൽ ഡീഗ്രഡേഷൻ എന്ന് പറഞ്ഞാല് താപ സംശ്ലേഷണം വഴി പദാർത്ഥങ്ങളിലെ സബ്സ്റ്റൻസുകളുടെ എന്താണ് ഇൻഫെക്ഷൻസിനെ നശിപ്പിച്ച് കളയുന്നതിനെയാണ് പ്ലാസ്മ പൈറോളസിസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? മറ്റോടത്ത് നമ്മ ഓട്ടോക്ലേവിംഗിൽ എന്താണ് സ്റ്റീം യൂസ് ചെയ്ത് കണ്ടാണ് ഡിസ്ഇൻഫെക്ഷൻ നടത്തുന്നത്. മൈക്രോവേവ് റേഡിയേഷനെ നമ്മൾ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ടാണ് ഡിസ്ഇൻഫെക്ഷൻ മിസ് പറഞ്ഞുതരാം. മൈക്രോവേവ് റേഡിയേഷനെ നമ്മൾ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ടാണ് ഡിസ്ഇൻഫെക്ഷൻ നടത്തുന്നത്. പ്ലാസ്മ പൈറോളസിസിൽ പ്ലാസ്മ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്ലാസ്മ എനർജി യൂസ് ചെയ്ത് കാണിട്ട് എന്താണ് ഓക്സിജന്റെ അഭാവത്തില് സബ്സ്റ്റൻസുകളുടെ താപ സംശ്ലേഷണം വഴി ബയോമെഡിക്കൽ വേസ്റ്റുകളിലെ ഇൻഫെക്ഷൻസിനെ നശിപ്പിച്ച് കളയുന്നതിനെയാണ് പ്ലാസ്മ പൈറോളസിസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അവ തമ്മിലുള്ള ഡിഫറൻസ് നമ്മ കമ്പൈൻ ചെയ്ത് താരതമ്യം ചെയ്തൊന്ന് പഠിക്കുക. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ ക്ലിയർ ആവും. ഓട്ടോക്ലേവിംഗിൽ നമ്മ എന്താണ് സ്റ്റീം അല്ലെ, നീരാവി ഉപയോഗിച്ചിട്ടാണ് ഡിസ്ഇൻഫെക്ഷൻ നടത്തുന്നത്. മൈക്രോവേവില് ഉയർന്ന ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് അല്ലെ, പ്ലാസ്മ പൈറോളസിസിൽ പ്ലാസ്മ എനർജി യൂസ് ചെയ്ത് ഓക്സിജന്റെ അഭാവത്തില്
പദാർത്ഥങ്ങളിലെ സബ്സ്റ്റൻസുകളിലെ ഇൻഫെക്ഷനെ നശിപ്പിച്ചു കളയുന്നു. ഇതൊരു എക്കോ ഫ്രണ്ട്ലി പ്രോസസ് ആണ്. ക്ലിയർ ആയോ? നെക്സ്റ്റ് ലാൻഡ് ഡിസ്പോസൽ. മിസ് പറഞ്ഞില്ലേ ലാൻഡ് ഫിൽ ഉണ്ടെന്ന്. ആസ് ദ നെയിം ഇൻഡിക്കേറ്റ്സ്, ഭൂമി നിർമ്മാർജ്ജനം, ഡിസ്പോസൽ. ആ പേര് പോലെ തന്നെ ലാൻഡ് ഡിസ്പോസൽ ഇൻക്ലൂഡ്സ് 2 മെത്തേഡ്സ്. ലാൻഡ് ഡിസ്പോസൽ 2 രീതിയിലാണ് ചെയ്യുന്നത്. ഓപ്പൺ ഡംപിംഗ് ആൻഡ് സാനിറ്ററി ലാൻഡ്ഫിൽ. ഓപ്പൺ ഡംപിങ്ങും സാനിറ്ററി ലാൻഡ്ഫില്ലുകള്. Open dumping is an unsecure method because the waste would then be discarded in any open space that may lead to pollution problem. Open dumping എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് എല്ലാം അറിയുന്നതാണ്. ടൗണിൽ നിന്ന് സിറ്റിയിൽ നിന്നൊക്കെ മാറി ഒരു പ്രദേശത്ത് ഒരു ഉള്ളേരിയയിൽ ചെന്ന് കാണിട്ട് അവിടെ എന്ത് ചെയ്യാം, ഒരു പറമ്പിൽ കൊണ്ടു കാണിട്ട് വേസ്റ്റുകള് നിക്ഷേപിക്കുക. ഓപ്പൺ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് കൊണ്ടുപോയി, തുറസായ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി വേസ്റ്റ് നിക്ഷേപിക്കുക. അതാണ് ഓപ്പൺ ഡംപിങ്. ഇങ്ങനെ ഓപ്പൺ ഡംപിങ് നടത്തുന്നത് എന്താണ്? അൺസെക്യൂർ മെത്തേഡ് ആണ് അല്ലെ, ഒരു സുരക്ഷിതമല്ലാത്ത മെത്തേഡ് അല്ലേ. എന്ത് ചെയ്യും? ഇത് പൊല്യൂഷൻസ് അല്ലെ, മലിനീകരണം, എയറിന് അല്ലെ, വാട്ടറിന്, എൻവിയോൺമെന്റിന് അല്ലെ ഒക്കെ പൊല്യൂഷൻസ് ഉണ്ടാക്കും. Clear ആയോ? ഓപ്പൺ ഡംപിങ്. ഓപ്പൺ ഡംപിങ് ഈസ് an unsecure method. ഓപ്പൺ ഡംപിങ് എന്ന് പറഞ്ഞത് ഒരു സുരക്ഷിതമല്ലാത്ത ഒരു മെത്തേഡ് ആണ്. ബിക്കോസ് ദ വേസ്റ്റ് വുഡ് ബി ഡിസ്കാർഡഡ് ആൻഡ് ഓപ്പൺ. എന്താണ്? വേസ്റ്റുകള് കൊണ്ടുപോയി ഒരു ഓപ്പൺ സ്പേസില് ഡിസ്കാർഡ്, ഒഴിവാക്കുന്ന, അവിടെ കൊണ്ടുപോയി നിക്ഷേപിക്കുകയാണ്. ദാറ്റ് മേ ലീഡ് ടു പൊല്യൂഷൻ പ്രോബ്ലം. ഇത് എന്ത് ചെയ്യുന്നു? പൊല്യൂഷൻസ് പ്രോബ്ലം, മലിനീകരണ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. ഓപ്പൺ ഡംപിങ് മനസ്സിലായോ? എന്താണ്? തുറസായ ഒരു പ്രദേശത്ത് കൊണ്ടുപോയി വേസ്റ്റുകള് അവിടെ കൊണ്ടുപോയി നിക്ഷേപിക്കുകയാണ്. അവിടെ കൊണ്ടുപോയി തട്ടൂലേ? നമ്മ കാണാറില്ലേ? ആളൊഴിഞ്ഞ പ്രദേശത്ത് നമ്മ വണ്ടികളിൽ യാത്ര ചെയ്യുമ്പോ ആളൊഴിഞ്ഞ പ്രദേശത്ത് കൊണ്ടുപോയി ആളുകൾ വേസ്റ്റുകൾ നിക്ഷേപിക്കുന്നത്. അതന്നെയാണ് ഓപ്പൺ ഡംപിങ്. ഇപ്പൊ ക്ലിയർ ആയോ ഓപ്പൺ ഡംപിങ്? അത് പിന്നെ ആ വഴി കൂടെ പോകാൻ പറ്റൂല അല്ലെ, സ്മെല്ലൊക്കെ ആയിട്ട്. പരിസര മാലിന്യം. ഓക്കെ. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നതാണ് സാനിറ്ററി ലാൻഡ്ഫിൽ. നമ്മുടെ വീടുകളിലെ കിച്ചൺ വേസ്റ്റുകൾ അല്ലെ, നമ്മ പാത്രം കഴുകുന്ന വേസ്റ്റുകള് സാനിറ്ററി ആണോ? സാനിറ്ററി വേസ്റ്റ് ആയിട്ട് നമ്മൾ എങ്ങനെയാണ് അത് ചെയ്യുന്നത്? ഡിസ്പോസ് ചെയ്യുന്നത് എങ്ങനെയാണ്? വലിയ കുഴികൾ കുത്തിയിട്ട് അല്ലെ, അങ്ങനെയല്ലേ കിച്ചൺ വേസ്റ്റുകള്? വലിയ കുഴികള് കുത്തിങ്ങാണിട്ട് അങ്ങോട്ട് പൈപ്പ് ഇടൂ അല്ലെ, നമ്മുടെ സിങ്കിലെ പൈപ്പ് അങ്ങോട്ട് ഇട്ടുങ്ങാണിട്ട് ആ കുഴിയിലേക്കായിരിക്കും വേസ്റ്റുകൾ പോകുന്നത്. അത് നമുക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ? നമുക്ക് ഇല്ല. അതേപോലെ സാനിറ്ററി ലാൻഡ്ഫിൽ എന്ന് പറഞ്ഞാല് എ സെക്ലൂഡഡ് ഏരിയ ഈസ് സെലക്ടഡ് അവേ ഫ്രം ദി പോപ്പുലേഷൻ. എന്താണ്? പോപ്പുലേഷനിൽ നിന്ന് മാറി, ജനങ്ങൾ താമസിക്കുന്നതിൽ നിന്ന് മാറി സെക്ലൂഡഡ് ഏരിയ, ആളൊഴിഞ്ഞ പ്രദേശങ്ങളിൽ പോയിട്ടാണ് സാനിറ്ററി ലാൻഡ്ഫില്ലുകൾ നടത്തുന്നത്. ദ ഡംപിങ് ഈസ് പെർഫോംഡ് ഇൻ ദ ഡിച്ചസ് ലെയർ വൈസ് and care is taken so that the waste is not exposed to the atmosphere. ഇതെന്താണ്? ലെയർ വേസ് ആയിട്ട് തിരിച്ചിട്ടാണ് സാനിറ്ററി ലാൻഡ്ഫില്ലുകൾ നടത്തുന്നത്. അതുകൊണ്ട് ഇതെന്താണ്? സുരക്ഷിതവും എന്താണ്? അറ്റ്മോസ്ഫിയറിലേക്ക് എക്സ്പോസ് ചെയ്യാത്ത രീതിയിൽ അല്ലെ, എത്താത്ത രീതിയിലായിരിക്കും ഇത് നിക്ഷേപിക്കുന്നത്. അതുതന്നെ ഒരു അന്തരീക്ഷമായി ഒരു പൊല്യൂഷൻസ് പ്രോബ്ലങ്ങളും ഉണ്ടാവുന്നില്ല. മിസ് പറഞ്ഞുതരാം സാനിറ്ററി ലാൻഡ്ഫില്ലുകള്. ഇത്രയും പറയുന്നുള്ളൂ. സാനിറ്ററി ലാൻഡ്ഫില്ലുകൾ എന്ന് പറഞ്ഞാല് ആളൊഴിഞ്ഞ പ്രദേശത്ത് പോയി ആളൊഴിഞ്ഞ സ്ഥലങ്ങളിൽ ചെന്നിട്ട് വലിയ കുഴികൾ കുത്തും. എന്നിട്ട് ആ കുഴികൾ എന്ത് ചെയ്യും? ക്ലേ ഉപയോഗിച്ചോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഉപയോഗിച്ച് ഇവര് കവർ ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണിത് കവർ ചെയ്യുന്നത്? പ്രൊട്ടക്ഷൻ ചെയ്യുന്നത്.
നമ്മ ഇതിലേക്ക് വേസ്റ്റ് തട്ടുമ്പോ ഈ കുഴിയിലേക്ക് വേസ്റ്റ് തട്ടുമ്പോ അത് ഭൂഗർഭജലത്തിനൊക്കെ മലിനീകരണം ഉണ്ടാക്കോ, പൊല്യൂഷൻസ് ഉണ്ടാക്കോ? ആ ഇൻഫെക്ഷൻ ഇല്ലാതിരിക്കാൻ. അതല്ലെങ്കിൽ എന്ത് ചെയ്യും, ഇത് മണ്ണിലേക്ക് ഇറങ്ങും അല്ലെ? ഇതിന്റെ പ്രവർത്തനം കൊണ്ട് ഇതിങ്ങനെ ആ മണ്ണിൽ കിടന്നിടാൻ എന്ത് ചെയ്യും, അത് ഭൂഗർഭജലത്തിനൊക്കെ മലിനീകരണം ഉണ്ടാക്കും, സോയിൽ പൊല്യൂഷൻ ഉണ്ടാക്കും. അപ്പൊ അതൊന്നും ഇല്ലാതിരിക്കാനായിട്ട് ഇവരെന്ത് ചെയ്യും, സയന്റിഫിക്കലി ആയിട്ട് ക്ലേ ഉപയോഗിച്ച് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഒക്കെ കവർ ചെയ്ത് കാണിട്ട് ഇതിലേക്ക് ബയോമെഡിക്കൽ വേസ്റ്റുകൾ ഡിസ്പോസ് ചെയ്യും. എന്നിട്ട് ലെയറായിട്ട് അതിന്റെ മുകളിൽ സോയിൽ ഇടും, പിന്നെയും വേസ്റ്റ് ഇടും. അങ്ങനെ ലെയറായിട്ട് തിരിച്ചിട്ടായിരിക്കും ഇവര് ഇത് ഡിസ്പോസ് ചെയ്യുന്നത്. അപ്പൊ അതൊരു നല്ല കാര്യമാണ് അല്ലെ? അപ്പൊ അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഡിസ്പോസ് ചെയ്യുന്ന മാലിന്യങ്ങൾ എന്ത് ചെയ്യില്ല, അന്തരീക്ഷത്തിനോ അതല്ലെങ്കിൽ സോയിലിനോ അല്ലെങ്കിൽ ഭൂഗർഭജലത്തിന് എന്തുണ്ടാക്കില്ല, പൊല്യൂഷൻസ് ഉണ്ടാക്കില്ല. അതൊരു സെക്യൂർഡ് പ്രോസസ് ആണ് അല്ലെ? ആണോ? ക്ലിയർ ആയോ? സാനിറ്ററി ലാൻഡ്ഫിൽ നിങ്ങൾക്ക് അതൊന്നും പഠിക്കാനില്ല, മിസ് ജസ്റ്റ് മനസ്സിലാകാൻ വേണ്ടി നിങ്ങൾക്ക് പറഞ്ഞെന്നാണ് എങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പൊ സാനിറ്ററി ഇപ്പൊ ക്ലിയർ ആയില്ലേ? ലാൻഡ്ഫിൽ ക്ലിയർ ആയില്ലേ? ഓപ്പൺ ഡംപിംഗ് ഉണ്ട്, സാനിറ്ററി ലാൻഡ്ഫിൽ ഉണ്ട്. ഓപ്പൺ ഡംപിംഗ് എന്ന് പറഞ്ഞാല് എന്താണ്, ഓപ്പൺ ആയിട്ടുള്ള സ്പേസിൽ കൊണ്ടുപോയി വേസ്റ്റുകള് നിക്ഷേപിക്കുന്നതിനെയാണ് ഓപ്പൺ ഡംപിംഗ് എന്ന് പറയുന്നത്. ഇതെന്ത് ചെയ്യും, പല മലിനീകരണ പ്രശ്നങ്ങളിലേക്കും നയിക്കുന്നു. സാനിറ്ററി ലാൻഡ്ഫിൽ എന്ന് പറഞ്ഞാല് പോപ്പുലേഷൻസിൽ നിന്ന്, ജനങ്ങള് താമസിക്കുന്നിടത്ത് നിന്ന് ആളൊഴിഞ്ഞ പ്രദേശങ്ങളിൽ പോയി എന്താണ്, വലിയ കുഴികൾ കുത്തി ലെയറായിട്ട്, എന്താണ് ഡിച്ചസ് ലെയറുകളായിട്ട് തിരിച്ചിങ്ങാനിട്ടാണ് ഈ സാനിറ്ററി ലാൻഡ്ഫിൽ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ മാലിന്യങ്ങള് അന്തരീക്ഷത്തിന് പൊല്യൂഷൻ ഉണ്ടാക്കുകയോ മറ്റ് മലിനീകരണ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കുന്നു. ക്ലിയർ ആയോ? ലാൻഡ് ഡിസ്പോസല് ഓക്കെ. നെക്സ്റ്റ് ഇൻഅർട്ടൈസേഷൻ. ഇൻഅർട്ടൈസേഷൻ എന്ന് പറഞ്ഞാല് നിഷ്ക്രിയത്വം. നമ്മ ബയോമെഡിക്കൽ വേസ്റ്റുകളെ നിഷ്ക്രിയരാക്കുകയാണ്. എന്താണ്, ഇൻഫെക്ഷൻസിനെ അകറ്റുന്നത്, ടോക്സിസിറ്റി അതിന്റെ വിഷാംശം കുറയ്ക്കുന്നു. എങ്ങനെയാണ് ഇൻഅർട്ടൈസേഷൻ പ്രോസസ് നടത്തുന്നത്? ഇൻഅർട്ടൈസേഷൻ ടു ബ്രിങ് ഡൗൺ ദി ടോക്സിസിറ്റി ഓഫ് ദി വേസ്റ്റ് ആൻഡ് മിനിമൈസ് ദ ലൈക്ലി റിസ്ക്. എന്താണ്, നമ്മ വേസ്റ്റുകളിലെ ടോക്സിസിറ്റി വിഷാംശം കുറയ്ക്കുന്നു. ആ വിഷാംശം കുറയ്ക്കുന്നത് മൂലം എന്ത് ചെയ്യുന്നു, റിസ്ക് അല്ലെ, അപകടം കുറയ്ക്കുന്നു അല്ലെ. ആൻഡ് മിനിമൈസ് ദി ലൈക്ലി റിസ്ക്, നമുക്ക് അതിൽ നിന്നുള്ള അപകടങ്ങളും കുറയ്ക്കുന്നു. ഇറ്റ് ഈസ് മിക്സ്ഡ് വിത്ത് സിമെന്റ് ഓർ അതർ ഇനേർട്ട് മെറ്റീരിയൽ. എന്താണ്, സിമെന്റുമായോ അല്ലെങ്കിൽ അനദർ ഇനേർട്ട് മെറ്റീരിയലുമായോ നമുക്ക് കൂടിക്കലർത്തുന്നു. ഇനേർട്ട് മെറ്റീരിയൽ എന്ന് പറഞ്ഞാല് ബ്ലീച്ചിങ് പൗഡർ, കുമ്മായൊക്കെ ഇല്ലേ, ഒന്നില്ലെങ്കിൽ സിമെന്റുമായി അതല്ലെങ്കിൽ ബ്ലീച്ചിങ് പൗഡറോ കുമ്മായുമായോ കൂട്ടിക്കലർത്തി ആ വേസ്റ്റുകളിലെ ടോക്സിസിറ്റി വിഷാംശം കുറയ്ക്കുന്നതിനെയാണ് ഇൻഅർട്ടൈസേഷൻ എന്ന് പറയുന്നത്. Around 30 to 40% of the cement is blended with the waste. നമുക്ക് കയ്യിലുള്ള ടോട്ടൽ വേസ്റ്റിന്റെ ഒരു 30% മുതൽ 40% വരെ സിമെന്റിന്റെ കൂടെ ബ്ലെൻഡ് ചെയ്യാം, കൂട്ടിക്കലർത്തിങ്ങാനിട്ടാണ് നമ്മ ഇതിന്റെ ടോക്സിസിറ്റി ഇൻഅർട്ടൈസേഷൻ പ്രോസസ് നടത്തുന്നത്. ദിസ് മെത്തേഡ് ഈസ് യൂസ്ഫുൾ ഫോർ ട്രീറ്റിംഗ് ഫാർമസ്യൂട്ടിക്കൽ ആൻഡ് ഫോർ ഇൻസിനറേഷൻ ആസിഡ് ഹാവിംഗ് ഹൈ മെറ്റൽ കണ്ടന്റ്. ഈ മെത്തേഡ് നമ്മൾ ഏതിലൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? ഫാർമസ്യൂട്ടിക്കൽ വേസ്റ്റുകൾ, ഫാർമസിയിൽ നിന്നുള്ള വേസ്റ്റുകൾ, എന്താണ് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ഡ്രഗ്സുകൾ അല്ലെ, ഔട്ട്ഡേറ്റഡ് ഡ്രഗ്സുകൾ, അങ്ങനെയുള്ള ഡ്രഗ്സുകളൊക്കെയാണ് നമ്മൾ ഇൻഅർട്ടൈസേഷൻ പ്രവർത്തനത്തിലൂടെ നിഷ്ക്രിയമാക്കുന്നത്. പിന്നെ ഇൻസിനറേഷൻ ആസിഡ്, എന്താണ് ഹൈ മെറ്റൽ കണ്ടന്റ്. നമ്മൾ ഈ സിറിഞ്ചൊക്കെ കരിച്ചളയുമ്പോൾ അതിൽ മെറ്റൽ കണ്ടന്റ് ഉണ്ടാവോ? ആ ചാരത്തില് മെറ്റൽ കണ്ടന്റ് ഉണ്ടാവൂലേ? ലോഹത്തിന്റെ അവശിഷ്ടം ഉണ്ടാവും അല്ലേ? അപ്പൊ അങ്ങനെ ഉയർന്ന മെറ്റൽ കണ്ടന്റ് ഉള്ള ആഷസ്, ചാരങ്ങളൊക്കെയാണ് ഇൻഅർട്ടൈസേഷനിലൂടെ നമ്മൾ നിഷ്ക്രിയമാക്കുന്നത്. നമ്മുടെ വീടുകളില് മഴയൊക്കെ കൂട്ടിപ്പിടിക്കുമ്പോ മുനിസിപ്പാലിറ്റികളിൽ നിന്ന് കുമ്മായൊക്കെ കൊണ്ടുതരാറുണ്ടോ?
വീടുകളില്? എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു തിരി തരുള്ളൂ അല്ലെ? നമ്മ തന്നെ വാങ്ങിയിടാറുണ്ട് അല്ലെ? മഴയൊക്കെ കൂടി പിടിക്കുമ്പോ ഡിസ്ഇൻഫെക്ഷൻ നടത്തുന്നത്. അപ്പൊ എന്താണ് ബ്ലീച്ചിങ് പൗഡർ, ഓക്കെ, അതൊക്കെയാണ് ഇനേർട്ട് മെറ്റീരിയൽ എന്ന് പറയുന്നത്, നിഷ്ക്രിയമാക്കുന്ന പദാർത്ഥങ്ങള്. ക്ലോറിന്. ഓക്കെ, ക്ലിയർ ആയപ്പോ അത്? പായല് പോകാനും ഡിസ്ഇൻഫെക്ഷൻ നടത്താനൊക്കെ വേണ്ടിയിട്ടാണ്, ഇൻഫെക്ഷൻസിനെ നശിപ്പിച്ച് കളയാൻ വേണ്ടിയിട്ടാണ്. പനി നമ്മള് മഴയൊക്കെ കൂട്ടിപ്പിടിക്കുമ്പോ പനികൾ കൂടും അല്ലെ? ഇൻസിനറേഷൻ പറയണം. ഇൻസിനറേഷൻ ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്? നമുക്ക് കൺട്രോളബിൾ ആയിട്ടുള്ള, നമുക്ക് നിയന്ത്രണ അളവില് വേസ്റ്റുകള് കത്തിച്ച്, എന്താണ്, ബേൺ ചെയ്ത് കത്തിച്ചും കാണിട്ട് അത് നിഷ്ക്രിയ മെറ്റീരിയൽസ്, നിഷ്ക്രിയമായ പദാർത്ഥങ്ങളോ അതല്ലെങ്കിൽ ഗ്യാസോ ആക്കി മാറ്റുന്നതിനെയാണ് ഇൻസിനറേഷൻ ടെക്നോളജി എന്ന് പറയുന്നത്. കത്തിച്ച് കളയാം. അപ്പൊ ഇൻസിനറേറ്റർ, ഇൻസിനറേഷൻ ടെക്നോളജിക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന മെഷീനെയാണ് നമ്മൾ ഇൻസിനറേറ്റർ എന്ന് പറയുന്നത്. ആ ഇൻസിനറേറ്റർ നമ്മൾ എന്ത് വെച്ച് നമുക്ക് യൂസ് ചെയ്യാം, പ്രവർത്തിപ്പിക്കാം? ഓയിൽ വെച്ച് പ്രവർത്തിപ്പിക്കാം, അതല്ലെങ്കിൽ നമുക്ക് ഇലക്ട്രിസിറ്റി, കറണ്ട് വെച്ച് പ്രവർത്തിപ്പിക്കാം, അതല്ലെങ്കിൽ രണ്ടിന്റെയും, ഓയിൽ വെച്ചും കറണ്ട് വെച്ചും പ്രവർത്തിപ്പിക്കാൻ പറ്റുന്നു. ഇതിന്റെ അഡ്വാൻറ്റേജ്, ഈ ഇൻസിനറേഷൻ ടെക്നോളജിയുടെ അഡ്വാൻറ്റേജ്, ഗുണം എന്ന് പറഞ്ഞാല് നമ്മുടെ ടോട്ടൽ വോളിയം, നമ്മൾ എത്ര വേസ്റ്റ് ആണോ, എത്ര ബയോമെഡിക്കൽ വേസ്റ്റ്, എത്ര വേസ്റ്റ് ആണോ കത്തിക്കുന്നത്, പക്ഷെ നമുക്ക് അതിന്റെ എത്ര ഭാഗം മാത്രം ബാക്കി അവശിഷ്ടമായി ലഭിക്കുള്ളൂ? ഒരു 30% മാത്രമാണ് നമുക്ക് അതിന്റെ അവശിഷ്ടമായി ലഭിക്കുന്നുള്ളൂ. ടോട്ടൽ വോളിയത്തിൽ നമുക്ക് കുറയ്ക്കാൻ പറ്റൂല, ഡിക്രീസ് ചെയ്ത് ഒരു 30% മാറ്റാൻ സാധിക്കുന്നു. ട്രീറ്റ്മെന്റ് ആൻഡ് ഡിസ്പോസൽ മനസ്സിലായോ എല്ലാവർക്കും? ഓക്കെ, നെക്സ്റ്റ് ഇനി മിസ് കാറ്റഗറി ടേബിൾ എടുക്കാം. ഈ കാറ്റഗറി ടേബിൾ എടുക്കാം. നമ്മൾ നോക്കിയേ, കാറ്റഗറി ടേബിള് 4 കോളമാണ് ഉള്ളത്. ഫസ്റ്റ് വൺ വേസ്റ്റ് കാറ്റഗറി. കാറ്റഗറി 1 ഏത് കാറ്റഗറി ആണ് വരുന്നത്? കാറ്റഗറി 1 ആണോ 2 ആണോ? അതാണ് വേസ്റ്റ് കാറ്റഗറി. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് വേസ്റ്റ്. ഓരോ കാറ്റഗറിയിലും ഏതൊക്കെ ടൈപ്പ്, ഏതൊക്കെ തരത്തിലുള്ള വേസ്റ്റുകളാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്, ഉൾക്കൊള്ളുന്നത്. നെക്സ്റ്റ് കളർ ആൻഡ് ടൈപ്പ് ഓഫ് കണ്ടെയ്നേഴ്സ്. ഓരോ വേസ്റ്റുകളും ഏത് കളർ അല്ലെങ്കിൽ കണ്ടെയ്നറിലാണ് അല്ലെങ്കിൽ ഏത് കളർ ബാഗിലാണ് സൂക്ഷിക്കുന്നത്. നെക്സ്റ്റ് ട്രീറ്റ്മെന്റ് ആൻഡ് ഡിസ്പോസൽ മെത്തേഡ്. ഈ ഓരോ വേസ്റ്റുകളും കാറ്റഗറി നമ്പർ 1 വേസ്റ്റ് എങ്ങനെയാണ് സംസ്കരിക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെ, ഏത് ഡിസ്പോസൽ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത് എന്നാണ് 4ാമത്തെ കോളത്തിലുള്ളത്. തുടങ്ങാൻ അത് ക്ലിയർ ആയല്ലോ? കാറ്റഗറി നമ്പർ 1 ഹ്യൂമൻ അനാട്ടമിക്കൽ വേസ്റ്റ്. എന്താണ്? ഹ്യൂമൻ അനാട്ടമിക്കൽ വേസ്റ്റ് ആണ് ഫസ്റ്റ് കാറ്റഗറി നമ്പർ 1 വരുന്നത്. അതിൽ എന്തൊക്കെയായിരിക്കും പെടുന്നത്? ഹ്യൂമൻ ടിഷ്യൂസ്, ഓർഗൻസ്, ബോഡി പാർട്സുകളൊക്കെയാണ് ഹ്യൂമൻ അനാട്ടമി അല്ലെ? മനുഷ്യ ശരീരവുമായി ബന്ധപ്പെട്ട അല്ലെ? ഓക്കെ, ഹ്യൂമൻ അനാട്ടമിക്കൽ വേസ്റ്റ് ആണ്. അപ്പൊ അതില് ഹ്യൂമൻ ടിഷ്യൂസ്, ഓർഗൻസ്, ബോഡി പാർട്സുകളൊക്കെയാണ് കാറ്റഗറി നമ്പർ 1 വരുന്നത്. ഇത് ഏത് കളർ ബാഗിലാണ് സൂക്ഷിക്കുന്നത്? യെല്ലോ പ്ലാസ്റ്റിക് ബാഗിലാണ് ഇത് സൂക്ഷിക്കുന്നത്. ഇത് ഏത് ഡിസ്പോസൽ മെത്തേഡ് ആണ് യൂസ് ചെയ്യുന്നത്? ഇൻസിനറേഷൻ. ഈ ഇൻസിനറേഷൻ അറിയാലോ? ഇൻസിനറേഷൻ. ഡീപ് ബുറിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വലിയ കുഴികൾ കുത്തിങ്ങാണിട്ട് അതിൽ ഈ ബോഡി പാർട്സുകൾ അല്ലെങ്കിൽ ഓർഗൻസ് ഇട്ട് മൂടുന്നതിനെയാണ് ഡീപ് ബുറിയൽ എന്ന് പറയുന്നത്. അടക്കം ചെയ്യുക എന്നൊക്കെ പറയും.
വലിയ കുഴികൾ കുത്തി അതിൽ ഇത് നിക്ഷേപിച്ച് അടക്കം ചെയ്യുന്നത്. ക്ലിയർ ആയത്? നെക്സ്റ്റ് കാറ്റഗറി നമ്പർ 2 ആനിമൽ വേസ്റ്റ്. അനിമൽസിന്റെ വേസ്റ്റുകളാണ് കാറ്റഗറി നമ്പർ 2 നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരാട്ടാ. വിച്ച് ടൈപ്സ് ഓഫ് വേസ്റ്റ് ആർ ഇൻക്ലൂഡഡ് ഇൻ കാറ്റഗറി നമ്പർ 1? വിച്ച് ഡിസ്പോസൽ മെത്തേഡ് ആർ യൂസ്ഡ് ഇൻ ടു കാറ്റഗറി നമ്പർ 1 വേസ്റ്റ്? അല്ലേ? അനക്ക് കുറെ ക്വസ്റ്റ്യൻ തരാട്ടാ. വിച്ച് കളർ ബാഗ്സ് ആർ കണ്ടെയ്നിങ് കാറ്റഗറി നമ്പർ 1 വേസ്റ്റ്? അനക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരും ഇതിന്. ഇത് പഠിക്കുക. കാറ്റഗറി നമ്പർ 2 ആനിമൽ വേസ്റ്റുകളാണ്. ആനിമൽസിന്റെ ടിഷ്യൂസ്, ഓർഗൻസ്, ബോഡി പാർട്സുകൾ, കാർക്കേസസ് നിങ്ങൾക്ക് പറഞ്ഞിരുന്നു, ശവശരീരങ്ങൾ അല്ലെ. ബോഡി പാർട്സുകള്, കാർക്കേസസ്, ബ്ലീഡിംഗ് പാർട്സുകള്, ബ്ലീഡ് ചെയ്ത ഭാഗങ്ങള്, ഫ്ലൂയിഡ്, ആനിമൽസിന്റെ ഫ്ലൂയിഡുകള്, ബ്ലഡ് ആൻഡ് എക്സ്പെരിമെന്റൽ ആനിമൽസ് യൂസ്ഡ് ഇൻ റിസർച്ച്. എന്താണ് റിസർച്ചുകളുടെ ഭാഗമായി റിസർച്ച് സെന്റേഴ്സില് യൂസ് ചെയ്ത ബ്ലഡ്, എക്സ്പെരിമെന്റൽ ആനിമൽസിന്റെ ബോഡീസ്, അതൊക്കെയാണ്. പിന്നെ വേസ്റ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ വെറ്റിനറി ഹോസ്പിറ്റൽ ആൻഡ് കോളേജ്. വെറ്റിനറി ഹോസ്പിറ്റൽ അല്ലെങ്കിൽ വെറ്റിനറി കോളേജുകളില് പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റുകള്, അവർ ഉത്പാദിപ്പിക്കുന്ന വേസ്റ്റ്, അവരുടെ എന്താണ് ആനിമൽസിന്റെ ട്രീറ്റ്മെന്റുമായിട്ട് അല്ലെ. ഇല്ലേ? പല വേസ്റ്റുകളും പ്രൊഡ്യൂസ് ചെയ്യാലോ. അങ്ങനെയുള്ള വേസ്റ്റുകള്. ഹോസ്പിറ്റൽ ഫ്രം ഡിസ്ചാർജ്, ഹോസ്പിറ്റലിലെ ഡിസ്ചാർജുമായി ബന്ധം. എന്താണ് ഈ വേസ്റ്റുകള്? ഈ മൃഗങ്ങളിൽ നിന്ന് വരുന്ന പഴുപ്പ്, ബ്ലഡ് അല്ലെ, ജലം, ഡിസ്ചാർജസ്, അഴുക്കുകള്, അതൊക്കെയാണ് ആനിമൽ വേസ്റ്റുകളിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇത് ഏത് കളർ ബാഗിലാണ് സൂക്ഷിക്കുന്നത്? യെല്ലോ പ്ലാസ്റ്റിക് ബാഗിലാണ്. ഇതെങ്ങനെയാണ് ഡിസ്പോസ് ചെയ്യുന്നത്? ഇൻസിനറേഷൻ ഓർ ഡീപ് ബറിയൽ. ഇൻസിനറേഷൻ കത്തിച്ച് കളയുകയോ അതല്ലെങ്കിൽ വലിയ കുഴികൾ കുത്തി അടക്കം ചെയ്യുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് കാറ്റഗറി നമ്പർ 3. കാറ്റഗറി നമ്പർ 3 മൈക്രോബയോളജി ആൻഡ് ബയോടെക്നോളജി വേസ്റ്റ്. അപ്പൊ അത് എവിടുത്തെ വേസ്റ്റ് ആയിരിക്കും? മൈക്രോബയോളജി ആൻഡ് ലബോറട്ടറി എന്ന് പറയുമ്പോ ലാബിലെ വേസ്റ്റുകളാണ് അല്ലെ. ലാബിലെ വേസ്റ്റ് ഫ്രം ലബോറട്ടറി. ലബോറട്ടറിയിലെ വേസ്റ്റ് എന്താണ്? കൾച്ചേഴ്സുമായി ബന്ധപ്പെട്ട് അല്ലെ. കൾച്ചർ ചെയ്യാൻ ബോഡി ഫ്ലൂയിഡ്സുകൾ അല്ലെ. എന്താണ്? ബ്ലഡ്, യൂറിൻ ഒക്കെ എടുക്കും അല്ലെ. സ്റ്റോക്ക് ഓർ സ്പെസിമെൻ ഓഫ് ലൈവ് ഓർഗാനിസംസ്. എന്താണ്? നമ്മുടെ സ്പെസിമെനുകൾ എടുക്കാറുണ്ട് അല്ലെ. മൈക്രോ ഓർഗാനിസംസ് ടെസ്റ്റ് ചെയ്യാനായിട്ട് സാമ്പിളുകള്. അതിൽ നിന്ന് ഹ്യൂമൻ ആൻഡ് ആനിമൽ സെല്ല്, ഹ്യൂമൻസിന്റെ അല്ലെങ്കിൽ ആനിമൽസിന്റെ ടെസ്റ്റിന് വേണ്ടി ഉപയോഗിക്കുന്നത്. കൾച്ചേഴ്സ് യൂസ്ഡ് ഇൻ റിസർച്ച് ആൻഡ് ഇൻഫെക്ഷസ് ഏജന്റ്സ് ഫ്രം റിസർച്ച് ആൻഡ് ഇൻഡസ്ട്രിയൽ ലബോറട്ടറി. എന്താണ്? റിസർച്ച് കേന്ദ്രങ്ങളിലോ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ വാണിജ്യ ലബോറട്ടറികളിലോ യൂസ് ചെയ്യുന്ന ഇൻഫെക്ഷസ് ഏജന്റ്സ്. എന്താണ്? പകർച്ചവ്യാധികൾ, ഇൻഫെക്ഷൻസ് ആയിട്ടുള്ള എന്തെങ്കിലും മെറ്റീരിയൽസ് അല്ലെ, പദാർത്ഥങ്ങളാവാം. ഇപ്പൊ ബോഡി ഫ്ലൂയിഡ്സുകളാകാം, ലബോറട്ടറിയിലൊക്കെ യൂസ് ചെയ്യുന്ന. അപ്പൊ അങ്ങനെയുള്ള വേസ്റ്റുകള്. ബയോളജിക്കൽ പ്രൊഡക്ഷൻ ബൈ പ്രൊഡ്യൂസ് വേസ്റ്റ് ടോക്സിൻസ് ആൻഡ് ഡിവൈസ്. നമ്മ ബയോളജിക്കൽ എന്താണ് പ്രൊഡക്ഷന്റെ യൂസ് എന്താണ്? നമ്മ പല മെറ്റീരിയൽസ് യൂസ് ചെയ്യും, ഡിവൈസുകൾ യൂസ് ചെയ്യില്ലേ, ഉപകരണങ്ങള് ലാബുകളില് ടെസ്റ്റുകൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് സ്ലൈഡുകൾ യൂസ് ചെയ്യും, ടെസ്റ്റ് ട്യൂബുകൾ യൂസ് ചെയ്യും അല്ലെ. പലതരത്തിലുള്ള ഡിവൈസുകൾ യൂസ് ചെയ്യും. യൂട്ടിലൈസ് ടു ട്രാൻസ്ഫർ കൾച്ചർ ചെയ്യുന്നത്, അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഡിവൈസുകള്. വേസ്റ്റ് ടോക്സിൻസ്. ടോക്സിൻസ് എന്നാൽ വിഷാംശമുള്ള എന്തെങ്കിലും ഈ ബയോളജിക്കൽ പ്രൊഡക്ഷന്റെ ഭാഗമായി ലാബുകളില് ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായി എന്താണ്? എന്തെങ്കിലും വിഷാംശമുള്ള എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉള്ള വേസ്റ്റുകൾ ഉത്പാദിപ്പിക്കുകയാണെങ്കിൽ അതൊക്കെയാണ് കാറ്റഗറി നമ്പർ 3 വരുന്നത്. അത് യെല്ലോ പ്ലാസ്റ്റിക് ബാഗ് ഓർ റെഡ് പ്ലാസ്റ്റിക്, ഒന്നില്ലെങ്കിൽ യെല്ലോ പ്ലാസ്റ്റിക് ബാഗില് അല്ലെങ്കിൽ റെഡ് കളർ പ്ലാസ്റ്റിക് ബാഗിലായിരിക്കും സൂക്ഷിക്കുന്നത്. ഇതിന്റെ ഡിസ്പോസൽ മെത്തേഡ് എങ്ങനെയാണ്? ലോക്കൽ ഓട്ടോക്ലേവിംഗ്, മൈക്രോവേവിംഗ്, ഇൻസിനറേഷൻ. ഇതിൽ ഏതെങ്കിലും രീതിയിലൂടെയാണ് ഇത് ഡിസ്ഇൻഫെക്ഷൻ നടത്തുന്നത്. മൈക്രോവേവിംഗ്, ഓട്ടോക്ലേവിംഗ് ഒക്കെ പറഞ്ഞല്ലേ, അതാണ് മിസ് അത് ജസ്റ്റ് അങ്ങനെ പറഞ്ഞു പോകുന്നത് കേട്ടാ. അതാണ് ആദ്യം തന്നെ പറഞ്ഞത്.
ഓക്കെ, നെക്സ്റ്റ് കാറ്റഗറി നമ്പർ 4. കാറ്റഗറി നമ്പർ 4 വേസ്റ്റ് ഷാർപ്പുകളാണ്. നിങ്ങൾക്കറിയാലോ, നീഡിൽസ്, സിറിഞ്ചസ്, സ്കാൽപ്പൽസ്. സ്കാൽപ്പൽസ് എന്ന് പറഞ്ഞാല് സർജറിയുടെ ഭാഗമായിട്ടൊക്കെ ഈ ഒരു കത്തി പോലെ യൂസ് ചെയ്യില്ലേ, സർജറി ഒക്കെ നടത്തിറാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്, അതിനെയാണ് സ്കാൽപ്പൽസ് എന്ന് പറയുന്നത്. കട്ടാക്കുന്നതിന് യൂസ് ചെയ്യുന്ന അങ്ങനെയുള്ള സ്കാൽപ്പൽസ്, പ്ലേറ്റ്സുകള്, ഗ്ലാസുകള്. ഹസാഡസ് വേസ്റ്റ് എന്തുറ്റി? ഹസാഡസ് വേസ്റ്റ് ഹാനികരമായ വേസ്റ്റ്, ഡേഞ്ചർ ആയിട്ടുള്ള വേസ്റ്റ്. that makes lead to puncture and wound. ഇതൊക്കെ എന്തുണ്ടാക്കുന്നു? ഇങ്ങനെ ഷാർപ്പായിട്ടുള്ള സാധനങ്ങൾ പഞ്ചർ ഉണ്ടാക്കുന്നു അല്ലെ, പഞ്ചറുകളും. പിന്നെ എന്താണ്? വൂണ്ട്, മുറിവും ഉണ്ടാക്കുന്നു. ദിസ് അപ്ലൈസ് ടു ബോത്ത് യൂസ്ഡ് ആൻഡ് അൺയൂസ്ഡ്. എന്താണ്? ചിലപ്പോ യൂസ് ചെയ്തതാവാം, അല്ല യൂസ് ചെയ്യാത്ത ഷാർപ്പുകളൊക്കെയാണ് വേസ്റ്റ് ഷാർപ്പുകളിൽ കാറ്റഗറി നമ്പർ 4 ഉൾപ്പെടുന്നത്. ഇത് ഏത് കളർ ബാഗിലാണ് സൂക്ഷിക്കുന്നത്? ബ്ലൂ ഓർ വൈറ്റ് ട്രാൻസ്ലസന്റ് പഞ്ചർ പ്രൂഫ് കണ്ടെയ്നർ. ബ്ലൂ അല്ലെങ്കിൽ വൈറ്റ് കളറ് ട്രാൻസ്ലസന്റ് ആയിട്ട്, ട്രാൻസ്ലസന്റ് അറിയാലോ, നമുക്ക് പുറത്തുനിന്ന് നോക്കി കാണാൻ പറ്റുന്ന രീതിയിലുള്ള അല്ലെ, അങ്ങനെയുള്ള പഞ്ചർ പ്രൂഫ് കണ്ടെയ്നേഴ്സിലാണ് യൂസ് ചെയ്യുന്നത്. പഞ്ചർ പ്രൂഫ് അല്ലെങ്കിൽ എന്ത് പറ്റും? ഈ ഷാർപ്പായിട്ടുള്ള സാധനങ്ങള് മുറിവുണ്ടാക്കും അല്ലെ. വൂണ്ടുകൾ ഉണ്ടാക്കും. ഓക്കെ, അപ്പൊ കാറ്റഗറി നമ്പർ 4 വേസ്റ്റ് ഷാർപ്പുകളാണ് ഉൾക്കൊള്ളുന്നത്. അത് ബ്ലൂ ഓർ വൈറ്റ് കളർ ട്രാൻസ്ലസന്റ് പങ്ക്ചർ പ്രൂഫ് കണ്ടെയ്നേഴ്സിലാണ് സൂക്ഷിക്കുന്നത്. നെക്സ്റ്റ്, അത് ഡിസ്പോസ് ചെയ്യുന്ന മെത്തേഡുകളാണ് ഡിസ്ഇൻഫെക്ഷൻ, ഇൻഫെക്റ്റിംഗ്, കെമിക്കൽ ട്രീറ്റ്മെന്റ്, എന്തെങ്കിലും കെമിക്കൽ സോൾവെന്റുകൾ, കെമിക്കൽ ലായനികൾ യൂസ് ചെയ്ത് കാണിട്ട് ഡിസ്ഇൻഫെക്ട് ചെയ്യുന്നു, അണുക്കളെ നശിപ്പിച്ച് കളയുന്നു. അല്ലെങ്കിൽ ഓട്ടോക്ലേവിംഗ് അല്ലെങ്കിൽ മൈക്രോവേവിംഗ് ആൻഡ് മൾട്ടിലേഷൻ ഓർ ഷ്രെഡിംഗ്. മൾട്ടിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഷ്രെഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒന്നിൽ കൂടുതൽ ഭാഗങ്ങളാക്കി വിഭജിച്ചിട്ട് ഡിസ്പോസ് ചെയ്യുക. അപ്പൊ നമ്മുടെ വീടുകളില് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് വരുന്ന ബ്ലേഡുകളില്ലേ, ബ്ലേഡ് നമ്മൾ അങ്ങനെ തന്നെ കൊണ്ടുപോയി ഡിസ്പോസ് ചെയ്യും, കളയോ? ഇല്ല. അപ്പൊ നമ്മൾ അതെങ്ങനെയാ ചെയ്യുന്നത്? പല കഷ്ണങ്ങളാക്കും അല്ലെ, ചെറിയ ചെറിയ സ്മോൾ പീസസ് ആക്കിയിട്ടാണ് കളയുന്നത് അല്ലേ. കവർ ചെയ്ത് അതല്ലെങ്കിൽ ചെറിയ ചെറിയ സ്മോൾ പീസസ് ആക്കി മാറ്റി കാണിട്ട് ഉപേക്ഷിക്കും അല്ലെ. അങ്ങനെ പറയുന്നതാണ് ഷ്രെഡിങ്. എന്താണ്? പല കഷണങ്ങളാക്കി മാറ്റി കാണിട്ട് ഡിസ്പോസ് ചെയ്യുക. മൾട്ടിലേഷനും അങ്ങനെയാണ്, മൾട്ടിപ്ലൈ ചെയ്യുക, ഒന്നിൽ കൂടുതൽ ഭാഗങ്ങളാക്കി വിഭജിച്ചിട്ട് നശിപ്പിച്ച് കളയുക. നെക്സ്റ്റ്, കാറ്റഗറി നമ്പർ 5. കാറ്റഗറി നമ്പർ 5 ഡിസ്കാർഡഡ് മെഡിസിൻ ആൻഡ് സൈറ്റോടോക്സിക് മെഡിസിൻ. അതായത് നിരസിച്ച മെഡിസിൻസ്, ഡിസ്കാർഡഡ് മെഡിസിൻ അല്ലെങ്കിൽ സൈറ്റോടോക്സിക് ഡ്രഗ്സുകൾ. വേസ്റ്റ് മേക്കപ്പ് ഓഫ് വേസ്റ്റഡ്, കണ്ടാമിനേറ്റഡ് ആൻഡ് ഔട്ട് ഓഫ് ഡേറ്റ് ഡേയ്സ്. നമ്മുടെ എക്സ്പയറി മരുന്നുകൾ അല്ലെ, എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്നുകള് അല്ലെങ്കിൽ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള മരുന്നുകൾ അല്ലെ. ഫാർമസിയിൽ പറഞ്ഞപ്പോ മിസ് പറഞ്ഞല്ലോ, ഔട്ട്ഡേറ്റഡ് ഡ്രഗ്സുകള് ഓർമ്മയുണ്ടോ? വിപണിയില് നിരോധിച്ച മരുന്നുകൾ, അതല്ലെങ്കിൽ ഡ്രഗ് ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കിയ മരുന്നുകൾ അല്ലെ, അങ്ങനെയുള്ള മരുന്നുകള്. അതല്ലെങ്കിൽ എക്സ്പയർഡ് ഡേറ്റ് കഴിഞ്ഞ മരുന്നുകള്, അങ്ങനെയുള്ള മരുന്ന്. പിന്നെ അല്ലെങ്കിൽ സൈറ്റോടോക്സിക് ഡ്രഗ്സുകൾ. എന്താണ്? നമുക്ക് ക്യാൻസർ പോലെയുള്ള അസുഖങ്ങളുടെ സെൽസിനെ ഡാമേജ് ആക്കി ക്യാൻസർ പോലെയുള്ള അസുഖങ്ങൾ വരുത്താൻ സാധ്യതയുള്ള സൈറ്റോടോക്സിക് ഡ്രഗ്സുകൾ. അത് ചിലപ്പോ എക്സ്പയർ കഴിഞ്ഞതാവാം. അങ്ങനെയുള്ള മരുന്നുകളൊക്കെയാണ് കാറ്റഗറി നമ്പർ 5 വരുന്നത്. ഇത് ഏത് കളർ ബാഗിലാണ് സൂക്ഷിക്കുന്നത്? ബ്ലാക്ക് ഓർ റെഡ് പ്ലാസ്റ്റിക് ബാഗ്. ഒന്നില്ലെങ്കിൽ ബ്ലാക്ക് അല്ലെങ്കിൽ റെഡ് പ്ലാസ്റ്റിക് ബാഗിലായിരിക്കും
സൂക്ഷിക്കുന്നത്? ഇത് ഏതൊക്കെ രീതിയിലാണ് ഡിസ്പോസ് ചെയ്യുന്നത്? ഇൻസിനറേഷൻ, കത്തിച്ച് കളയുന്നു, അല്ലെങ്കിൽ ഡിസ്ട്രക്ഷൻ ആൻഡ് ഡ്രഗ്സ് ഡിസ്പോസൽ ഇൻ സെക്യൂർഡ് ലാൻഡ്. ഒരു ഡിസ്ട്രക്ഷൻ തന്നെ പൊടിക്കുക. ഈ മെഡിസിനുകൾ എന്ത് ചെയ്യും? പൊടിച്ച് പൊടികളാക്കി കണ്ടിട്ട് സെക്യൂർഡ് ആയിട്ടുള്ള ലാൻഡ് ഫില്ലുകൾ നികത്തുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. ക്ലിയർ ആയോ? ഇത് ലാൻഡ് ഫില്ലുകൾ നമ്മൾ രണ്ട് രീതിയിൽ പറഞ്ഞു അല്ലെ, സാനിറ്ററി ലാൻഡ് ഫില്ലുകളും ഓപ്പൺ ഡംപിങ്. അങ്ങനെ ലാൻഡ് ഫില്ലുകൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഡ്രഗ്സുകൾ പൊടിച്ച പൊടികൾ യൂസ് ചെയ്യുന്നു. നെക്സ്റ്റ് കാറ്റഗറി നമ്പർ 6. കാറ്റഗറി നമ്പർ 6 സോയിൽഡ് വേസ്റ്റ്. സോയിൽഡ് വേസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മലിനമായിട്ടുള്ള അല്ലെ, ബോഡി ഫ്ലൂയിഡ്സ് കൊണ്ട് മലിനമായിട്ടുള്ള വേസ്റ്റുകൾ അല്ലെ. സോയിൽഡ് എന്ന് പറഞ്ഞാൽ മലിനമായ എന്നല്ല ഉദ്ദേശിക്കുന്നേ. എന്താണ് ഇതൊക്കെ ആദ്യം മിസ് പറഞ്ഞാണ്. സോയിൽഡ് ഒക്കെ കണ്ടാമിനേറ്റഡ് ആയ, സോയിൽഡ് ആയ അല്ലെ ഐറ്റംസ് പൊല്യൂട്ടഡ് വിത്ത് ബോഡിലി ഫ്ലൂയിഡ്സ്. എന്താണ് പൊല്യൂഷൻ? എന്താണ് ബോഡിലി ഫ്ലൂയിഡ്സ് കൊണ്ട്, ശരീരദ്രവങ്ങൾ കൊണ്ട് ഒരു മലിനമായിട്ടുള്ള, അതായത് ഇൻഫെക്ഷൻസ് ഏറ്റിട്ടുള്ള ഐറ്റംസ് എന്താണ്? ഇൻക്ലൂഡ് ഏതൊക്കെയാണ്? കോട്ടൺസ്, ബാൻഡേജ്, സോയിൽഡ് പ്ലാസ്റ്റർ കാസ്റ്റ് അല്ലെ, നമുക്ക് പ്ലാസ്റ്ററിനിടുന്ന കാസ്റ്റ്, ലൈൻസ് എന്നാണ് കേട്ടാ, ഗ്ലൗസുകള്. ലൈൻസ് അല്ല, ലിനൻസ് ആണ് കേട്ടാ, ലിനൻസ് ആണ്. ബെഡ്ഷീറ്റുകളില്ലേ, ലിനൻസ്. ബെഡ്സ് ആൻഡ് ബ്ലഡ് കണ്ടാമിനേറ്റഡ് ഐറ്റംസ്, ബ്ലഡ് കൊണ്ട് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങള്. ഇത് ഏത് കളർ ബാഗിലാണ് സൂക്ഷിക്കുന്നത്? യെല്ലോ, ഈ യെല്ലോ കളറ്, അതല്ലെങ്കിൽ റെഡ് പ്ലാസ്റ്റിക് ബാഗിലാണ് സൂക്ഷിക്കുന്നത്. ഇത് ഏതൊക്കെ രീതിയിലാണ് ഡിസ്പോസ് ചെയ്യുന്നത്? ഇൻസിനറേഷൻ, അല്ലെങ്കിൽ ഓട്ടോക്ലേവിംഗ്, അതല്ലെങ്കിൽ മൈക്രോവേവിംഗ്. മിസ് ആദ്യം അത് പറഞ്ഞിട്ടുണ്ടായിരുന്നോണ്ട് കേട്ടോ, വീണ്ടും അതിങ്ങനെ എടുത്ത് പറയാത്തത്. മൈക്രോവേവിങ്ങും ഇൻസിനറേഷനൊക്കെ ആദ്യം പറഞ്ഞില്ലേ മിസ്? ഓക്കെ. നെക്സ്റ്റ് കാറ്റഗറി നമ്പർ 7 സോളിഡ് വേസ്റ്റുകൾ, ഖരരൂപത്തിലുള്ള സോളിഡ് ആയിട്ടുള്ള വേസ്റ്റുകൾ. അതിലേതൊക്കെയാ പെടുന്നത്? വേസ്റ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ ഡിസ്പോസിബിൾ പ്രോഡക്റ്റ്, എന്താണ് നമുക്ക് ഡിസ്പോസ് ചെയ്യാൻ പറ്റുന്ന വേസ്റ്റുകളാണ്. അതർ ദെൻ ഷാർപ്പ് വേസ്റ്റുകൾ, എന്താണ് ഇൻക്ലൂഡിങ് ട്യൂബ്. ഷാർപ്പ് അല്ലാത്ത വേസ്റ്റുകൾ ഏതൊക്കെയാണ്? ട്യൂബിങ്, എന്തെങ്കിലും ട്യൂബിന് ഇതിനു വേണ്ടി പ്രോസസ്സിന് വേണ്ടി ഉപയോഗിക്കുന്ന ട്യൂബ്. കത്തീറ്റേഴ്സ് അല്ലെ, കത്തീറ്ററൈസേഷന്റെ ഭാഗമായി യൂസ് ചെയ്യുന്ന ട്യൂബുകൾ ഉണ്ട് അല്ലെ. യൂറിനൊക്കെ പാസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇടുന്ന യൂറിനൽ കത്തീറ്ററൈസേഷൻ. ഈ സർജറി കഴിഞ്ഞ പേഷ്യൻസിനൊക്കെ അവരുടെ യൂറിൻ പാസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ട്യൂബുകൾ ഇടും അല്ലെ, ബ്ലാഡറിലേക്ക് നേരിട്ട്. അങ്ങനെയുള്ള ട്യൂബുകള്. അതല്ലെങ്കിൽ സർജറി കഴിഞ്ഞ പേഷ്യൻസിന്റെ പസ് അല്ലെങ്കിൽ ബ്ലഡ് ഒക്കെ നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചെറിയ നേരത്തെ ട്യൂബുകൾ ഇടും. ഡ്രെയിൻസ് എന്നാണ് അതിന് പറയുന്നത്. അങ്ങനെ മിസ് പറഞ്ഞില്ലേ, ഡ്രെയിൻസ് എടുത്തില്ലേ മിസ് ഹോസ്പിറ്റലൊക്കെ ഇൻഫെക്ഷൻസില്? അപ്പൊ അങ്ങനെ ചെറിയ നേരത്തെ ഡ്രെയിൻസുകള്. പിന്നെ ഇൻട്രാവീനസ് സിസ്റ്റം, നമ്മുടെ നേരിട്ട് ഞരമ്പുകളിലേക്ക് വെയിൻസിലേക്ക് ഇഞ്ചക്ഷൻ ഒക്കെ നടത്തില്ലേ, ട്യൂബിട്ട്, ചെറിയ ട്യൂബിട്ട്. IV, ഓക്കെ, IV അങ്ങനത്തെ ചെറിയ ട്യൂബുകളൊക്കെയാണ് സോളിഡ് വേസ്റ്റുകളിൽ ഉൾപ്പെടുന്നത്. ഇത് ഏത് കളർ ബാഗിലാണ് സൂക്ഷിക്കുന്നത്? റെഡ് പ്ലാസ്റ്റിക് ബാഗ്. ഇത് ഏത് രീതിയിലാണ് ഡിസ്ഇൻഫെക്ഷൻ നടക്കുന്നത്? ഡിസ്ഇൻഫെക്റ്റിംഗ് ബൈ കെമിക്കൽ ട്രീറ്റ്മെന്റ്, എന്നാണ് കെമിക്കൽ സോൾവെന്റുകളെ യൂസ് ചെയ്ത് കാണിട്ട് ഡിസ്ഇൻഫെക്ഷൻ നടത്തുന്നു. അല്ലെങ്കിൽ ഓട്ടോക്ലേവിങ്, സ്റ്റീം യൂസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ മൈക്രോവേവിങ്, ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ മൾട്ടിലേഷൻ ഷ്രെഡിംഗ് ട്യൂബുകള് പല ഭാഗങ്ങളാക്കി തിരിച്ച്, പല കഷ്ണങ്ങളാക്കി തിരിച്ചിട്ട് ഡിസ്പോസ് ചെയ്യുന്നു. നെക്സ്റ്റ് കാറ്റഗറി നമ്പർ 8 ലിക്വിഡ് വേസ്റ്റുകൾ, ലിക്വിഡ് രൂപത്തിലുള്ള വേസ്റ്റുകൾ. വേസ്റ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ ലബോറട്ടറി ആക്ടിവിറ്റീസ്, ലബോറട്ടറിയിലെ ലാബുകളിലെ പ്രവർത്തന ഫലമായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ലിക്വിഡ് രൂപത്തിൽ, ദ്രാവക രൂപത്തിലുള്ള വേസ്റ്റുകള്. എന്തിന്റെയൊക്കെ ഭാഗമായിട്ട്? വാഷിംഗ് അല്ലെ, കഴുകല്, ക്ലീൻ ചെയ്യല്, ഹൗസ് കീപ്പിംഗ് അല്ലെ, തുടയ്ക്കല്, ആൻഡ് ഡിസ്ഇൻഫെക്ഷൻ ടാസ്ക്, അണുനശീകരണം നടക്കുന്ന
നടത്തുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ലിക്വിഡുകള് അല്ലെ, ടെസ്റ്റ് ട്യൂബുകള്, സ്ലൈഡുകള് അല്ലെ, ഒക്കെ അവര് യൂസ് ചെയ്തിട്ട് അവരൊക്കെ അത് കഴുകി സൂക്ഷിക്കില്ലേ, കെമിക്കൽ സോൾവെന്റുകളൊക്കെ യൂസ് ചെയ്ത് കാണിട്ട് ഡിസ്ഇൻഫെക്ട് ചെയ്യും അല്ലെ, വാഷ് ചെയ്യും. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ലിക്വിഡുകള്, ദ്രാവക രൂപത്തിലുള്ള വേസ്റ്റുകള്, അതിന് ബാഗ് ഇല്ല. എന്തുകൊണ്ടായിരിക്കും? ലിക്വിഡ് ആയതുകൊണ്ട് ബാഗിൽ നമുക്ക് സൂക്ഷിക്കാൻ പറ്റില്ല അല്ലെ, ബാഗുകളിൽ സൂക്ഷിക്കാൻ പറ്റില്ല. ഇതെന്താ ചെയ്യുന്നത്? ഡിസ്ഇൻഫെക്റ്റന്റ് ബൈ ഇൻഫെക്റ്റിംഗ് ബൈ കെമിക്കൽ ട്രീറ്റ്മെന്റ്. കെമിക്കൽ ആണികൾ യൂസ് ചെയ്തിട്ട് ഡിസ്ഇൻഫെക്ഷൻ അണുക്കളെ നശിപ്പിച്ച് കളയുന്നു. ആൻഡ് ഡിസ്ചാർജിങ് ടു ഡ്രെയിൻസ്. എന്നിട്ട് ഇത് എന്ത് ചെയ്യുന്നു? ഈ ദ്രാവകങ്ങള്, ഈ ലിക്വിഡുകള് അഴുക്ക്, ഡ്രെയിൻസ് എന്ന് പറഞ്ഞാൽ അഴുക്ക് ചാലില് ഒഴുക്കിക്കളയുന്നു. ക്ലിയർ ആയില്ലേ? കാറ്റഗറി നമ്പർ 9, ഇൻസിനറേഷൻ ആഷ്. ഇൻസിനറേഷൻ ആഷ് എന്ന് പറഞ്ഞാല് ചാരങ്ങൾ അല്ലെ, ഇൻസിനറേഷൻ ടെക്നോളജിയുടെ ഭാഗമായിട്ട് നമുക്ക് കിട്ടുന്ന ചാരം. ആഷ് ഫ്രം ഇൻസിനറേഷൻ ഓഫ് എനി ബയോമെഡിക്കൽ വേസ്റ്റ്. എന്താണ്? എന്തെങ്കിലും ബയോമെഡിക്കൽ വേസ്റ്റുകള് ഇൻസിനറേഷന്റെ ഭാഗമായിട്ട് ഇൻസിനറേഷൻ ചെയ്തിട്ട് അതിൽ നിന്ന് ലഭിക്കുന്ന ചാരം, അത് ബ്ലാക്ക് പ്ലാസ്റ്റിക് ബാഗിലാണ് സൂക്ഷിക്കുന്നത്. ഇത് എന്തിനാണ്, എവിടെയാണ്, എന്ത് ഡിസ്പോസൽ മെത്തേഡ് ആണ് യൂസ് ചെയ്യുന്നത്? ഡിസ്പോസൽ മുനിസിപ്പൽ ലാൻഡ്ഫില്ലുകള് നികത്തുന്നതിന് വേണ്ടിയിട്ട്, ലാൻഡ്ഫില്ല് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ആഷ്, ഇൻസിനറേഷൻ ആഷ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് കാറ്റഗറി നമ്പർ 10. കാറ്റഗറി നമ്പർ 10ല് കെമിക്കൽ വേസ്റ്റുകൾ, കെമിക്കൽ ആയിട്ടുള്ള രാസവസ്തുക്കളാണ്. കെമിക്കൽ യൂസ്ഡ് ഇൻ മാനുഫാക്ചറിംഗ് ഓഫ് ബയോളജിക്കൽ പ്രോഡക്റ്റ്. ഇതിൽ ബയോളജിക്കൽ പ്രോഡക്റ്റിന്റെ ഭാഗമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റുകള്. കെമിക്കൽസ് യൂസ്ഡ് ടു ക്ലീൻ സർഫസുകൾ ക്ലീൻ ചെയ്യുമ്പോ കെമിക്കൽസ് യൂസ് ചെയ്യും അല്ലെ, ഫിനോയില്, ഡെറ്റോള് അല്ലെ, ഡിസ്ഇൻഫെക്ഷൻ അങ്ങനെ ഉപയോഗിക്കുന്ന കെമിക്കൽസ് യൂസ്ഡ് ആസ് പെസ്റ്റിസൈഡ് എന്ന് പറഞ്ഞാൽ കീടനാശിനികൾ. എന്തെങ്കിലും കീടനാശിനികളൊക്കെയാണ് കെമിക്കൽസ് ആയിട്ട് വരുന്നത്. ഇത് ബ്ലാക്ക് പ്ലാസ്റ്റിക് ബാഗിലാണ് സൂക്ഷിക്കുന്നത്. ഇതെങ്ങനെയാണ് ചെയ്യുന്നത്? കെമിക്കൽ ട്രീറ്റ്മെന്റ് ആൻഡ് ഡിസ്ചാർജ് ഇൻ ടു ഡ്രെയിൻസ് ഫോർ ലിക്വിഡ്സ് ആൻഡ് സെക്യൂർഡ് ലാൻഡ്ഫിൽ ഫോർ. കെമിക്കൽ ട്രീറ്റ്മെന്റിലൂടെ ഡിസ്ഇൻഫെക്ഷൻ നടത്തുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്ന ഡിസ്ചാർജുകൾ, അതായത് ലിക്വിഡ് രൂപത്തിലുള്ള ഡിസ്ചാർജുകള് ഡ്രെയിൻസിൽ, അഴുക്കുചാലിൽ ഒഴുക്കിക്കളയുന്നു. ബാക്കി വരുന്ന അവശിഷ്ടം, അതായത് ഖരരൂപത്തിലുള്ള വേസ്റ്റുകള് ലാൻഡ് ഫിൽ ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്നു. നമ്മ ഈ കെമിക്കൽസ് സർഫസുകൾ ക്ലീൻ ചെയ്യുമ്പോ നമുക്ക് അവിടെ നിന്ന് വെള്ളം ലഭിക്കാറില്ലേ? സർഫസുകളൊക്കെ ക്ലീൻ ചെയ്യുമ്പോ ലിക്വിഡ് ഉണ്ടാവാറുണ്ട് അല്ലെ? വെറുതെ നമ്മ തുടക്കുകയാണോ ചെയ്യുന്നത്? വെള്ളം യൂസ് ചെയ്തിട്ടല്ലേ, കെമിക്കൽ സോൾവെന്റുകളും വാട്ടറൊക്കെ യൂസ് ചെയ്തിട്ടല്ലേ നമ്മൾ ഡിസ്ഇൻഫെക്ഷൻ നടത്തുന്നത്? അപ്പൊ അവിടുന്ന് ലിക്വിഡ് ഉണ്ടാവില്ലേ? ലിക്വിഡ് പ്രൊഡ്യൂസ് ചെയ്യില്ലേ സർഫസ്? അപ്പൊ അങ്ങനെ വരുന്ന ഡിസ്ഇൻഫെക്ഷൻ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വരുന്ന കെമിക്കൽ വേസ്റ്റിന്റെ ഭാഗമായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ലിക്വിഡുകള് ഡ്രെയിൻസില്, അഴുക്കുചാലില് ഒഴുക്കിക്കളയുന്നു. അതല്ലെങ്കിൽ ബാക്കിയുള്ളത് എന്താണ്? സോളിഡ് വേസ്റ്റുകള് സെക്യൂർഡ് ആയിട്ടുള്ള ലാൻഡ് ഫില്ലുകള് നികത്തുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്നു. ഈ ബയോളജിക്കൽ പ്രോഡക്ട്സ് എന്ന് പറഞ്ഞാല് നമ്മുടെ ഡയഗ്നോസിസിന്റെ ഭാഗമായി, അതല്ലെങ്കിൽ ഒരു മിനിറ്റ് മിസ് പറഞ്ഞുതരാം ഫർസാന. ഡയഗ്നോസിസിന്റെ ഭാഗമായി, അതല്ലെങ്കിൽ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായി ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ബയോളജിക്കൽ പ്രോഡക്ട്സുകൾ. അപ്പൊ നമുക്ക് എന്ത് പറയാം? ബ്ലഡ്, ബോഡി ഫ്ലൂയിഡുകളൊക്കെ പറയാലോ. അതില് ബയോളജിക്കൽ പ്രോഡക്ട്സ് എന്ന് പറയുമ്പോ ഡയഗ്നോസിസ് ചെയ്യുന്നതിന് വേണ്ടി ടെസ്റ്റുകൾ നടത്തൂ അല്ലേ? അപ്പൊ അവിടെ നിന്നും നമുക്ക് ലിക്വിഡുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ലേ? ആ ബയോളജിക്കൽ പ്രോഡക്ട്സിന്റെ ഭാഗമായിട്ടും ലിക്വിഡുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പൊ അതൊക്കെ എന്ത് ചെയ്യുന്ന? ഡ്രെയിൻസില് ഒഴുക്കിക്കളയുന്നു. അഴുക്കുചാലില് ഡിസ്ഇൻഫെക്ട് ചെയ്ത് അഴുക്കുചാലിൽ ഒഴുക്കിക്കളയുന്നു.
ഓക്കെ. ഫർസാന, 8 നമുക്ക് ലിക്വിഡ് വേസ്റ്റുകളാണ്. ക്ലീനിങ്ങിന്റെ ഭാഗമായി, വാഷിങ്ങിന്റെ ഭാഗമായി, ഡിസ്ഇൻഫെക്ഷൻ ടാസ്കുകളുടെ ഭാഗമായി ഒക്കെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ലിക്വിഡുകളാണ്. ലിക്വിഡുകൾ നമുക്ക് ബാഗിൽ കൊണ്ടെടുക്കാൻ പറ്റുമോ? കവറുകളിൽ സൂക്ഷിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് അവിടെ ബാഗ് ഇല്ല. അങ്ങനെ വരുന്ന ലിക്വിഡ് വേസ്റ്റുകൾ, ദ്രാവക രൂപത്തിലുള്ള വേസ്റ്റുകൾ നമ്മൾ എന്ത് ചെയ്യാണ്? കെമിക്കൽ ട്രീറ്റ്മെന്റിലൂടെ എന്തെങ്കിലും കെമിക്കൽ സോൾവെന്റുകളൊക്കെ യൂസ് ചെയ്ത് ഡിസ്ഇൻഫെക്ഷൻ നടത്തിയിട്ട് അണുക്കളെ നശിപ്പിച്ചിട്ട് അഴുക്ക് ചാലില് ഡ്രെയിൻസിൽ ഒഴുക്കിക്കളയുന്നു. ക്ലിയർ ആയോ എല്ലാവർക്കും മിസ് എടുത്ത ഭാഗങ്ങള്? ഓക്കെ. അപ്പൊ മിസ് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കി എടുക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഓൾ. Thank you, ma'am. Thank you.